സെഷൻ ടെക്നിക്കൽ ട്രെയിനിങ് സെഷൻ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത് പാറ്റൂർ സെഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായ അനൂപന്മാരാണ്. അനൂപന്മാരിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ സെഷന്റെ മോഡറേറ്റർ ആയിട്ടുള്ള നിയുക്ത പീരമേഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനീഷ് മോഹനെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് താങ്ക് യു. സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് എഞ്ചിനീയർ അനൂപന്മാറിന്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? ഹലോ, കേൾക്കാം. ശരി ശരി. ഓക്കെ, ഓക്കെ. സോ നമ്മളിവിടെ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ONDMന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ 2 ദിവസം 23rd തിരുവനന്തപുരം ജില്ലയിൽ ലോഞ്ച് ചെയ്യുകയുണ്ടായി. കൂടാതെ മാർച്ച് 1 മുതൽ അത് ഓൾ കേരള റോൾ ഔട്ട് ചെയ്യാനാണ് വാട്ടർ അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. സോ ഈ നമ്മുടെ ഈ ആപ്പിന്റെ ഒരു അതിന്റെ ഒരു ഉദ്ഭവം എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് വിജിലൻസ് നിന്ന് ആണ് തുടക്കം. അപ്പം അവിടെ ഒരു ഓപ്പറേഷൻ കിച്ചടി എന്നൊരു ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ നമ്മുടെ ONDM വർക്കുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ RC വർക്കുകളിൽ അല്ലെങ്കിൽ ONDM വർക്കുകളിൽ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽസ് കൂടുതലായിട്ടും നമ്മുടെ CID CIR, അപ്പൊ അതിൻ്റെയൊക്കെ എണ്ണം നമ്മളിപ്പം ഒരു ലീക്ക് ചെയ്യുമ്പോൾ അവിടെ ഇത്ര CR അല്ലെങ്കിൽ ഇത്ര CID യൂസ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ മെഷർമെന്റ് ഒക്കെ എടുത്ത് വിടുമായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ കംപ്ലൈന്റ് വന്ന മുറയ്ക്ക് കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടന്നപ്പോൾ പലതരത്തിലുള്ള അതായത് ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഇതിനൊക്കെ ഒരു ആധികാരികത, അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഇപ്പം ഒരു ലീക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ CID CIR എന്നീ സ്പെഷ്യൽസ് കൂടാതെ മറ്റുള്ളവ അവിടെ തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് വേണ്ടിയിട്ട് അപ്പം എല്ലാവരും അങ്ങനെ നല്ല മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഓപ്പറേഷൻ കിച്ചടിയിൽ പറഞ്ഞത്. അപ്പൊ അതിന് അപ്പോൾ അതില് നമ്മുടെ CE ഓപ്പറേഷൻസ്, അതായത് 2023 മെയ് മാസത്തിലെങ്ങാണ്ട് ഒരു ഓപ്പറേഷൻ കിച്ചടിയുടെ ഭാഗമായിട്ടൊരു ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന IR വർക്കുകൾ അല്ലെങ്കിൽ ONDM വർക്കുകളിൽ നമ്മൾ ഫോട്ടോസ് എല്ലാം നിർബന്ധമായി എടുത്ത് അതെല്ലാം വിത്ത് ടൈം ഡേറ്റ് സ്റ്റാമ്പോട് കൂടി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക, ഒരു ഗൂഗിൾ ഡ്രൈവിലോ മെയിലിലോ എല്ലാ വർക്കുകളും ചെയ്തു വെക്കുക എന്നൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി. സോ അപ്പോൾ അതിന്റെ പാത പിന്തുടർന്നിട്ടാണ് നമ്മുടെ IT വിഭാഗം അല്ലെങ്കിൽ ഓപ്പറേഷൻ യൂണിറ്റ് IT വിഭാഗം കൂടെ ചേർന്നിട്ട് ONDMന്റെ ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ട്രയൽ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രയൽ റൺ നടത്താൻ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം പാറ്റൂർ സെക്ഷനാണ്. അപ്പം ഞാൻ തിരുവനന്തപുരം പാറ്റൂർ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നോക്കി വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ 2023 നവംബർ 17 മുതൽ നമ്മുടെ പാറ്റൂർ സെക്ഷനിൽ യൂസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതിനുശേഷം ഇടുന്ന എല്ലാ IRകളും അല്ലെങ്കിൽ എല്ലാ ONDM വർക്കുകളും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വഴി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലീക്ക് വന്നു, അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ നമുക്കൊരു കംപ്ലൈന്റ് വന്നു. ഈ കംപ്ലൈന്റ് നമുക്ക് എങ്ങനെ വേണേലും വരാം. മെയിനായിട്ട് നമ്മുടെ അക്വാലും അല്ലെങ്കിൽ 1916 വഴിയാണ്
നമ്മുടെ ഈ എന്താണ് നമുക്ക് കംപ്ലൈൻറ്റ്സ് വരുന്നത് ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ ബന്ധപ്പെട്ട പരാതികൾ എന്ത് വേണം, ഇലക്ട്രോ മെക്കാനിക്കൽ ആകാം, ഇപ്പം പമ്പ് ഹൗസ് ഉള്ള സെക്ഷനുകളിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കംപ്ലൈൻറ്റ്സ് ആകാം, പിന്നെ ലീക്ക്, ഷോർട്ടേജ്, അങ്ങനെയുള്ള ഇടേണ്ട പലതരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് നമുക്ക് വരുന്നത് ഒരു 90% 19-16 അല്ലെങ്കിൽ അക്വാലിയം വഴിയാണ്. പിന്നെ ഉള്ളവ നമ്മുടെ ആൾക്കാരെ വിളിച്ച് നമ്മുടെ ഓഫീസിൽ പറയാറുണ്ട്, ഓഫീസിലെ ലാൻഡ് ഫോൺ നമ്പറിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഓവർസിയർമാർക്കെല്ലാം CUG സിം ഉള്ളത് കൊണ്ട് അതിൽ വിളിച്ച് പറയാറുണ്ട്. സോ അങ്ങനെ നമുക്ക് അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് അങ്ങനെ പലതരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട്. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. സോറി, ഒരു കോൾ വന്നതാണേ. ഓക്കെ, സോ അപ്പൊ നമ്മുടെ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെ പല രീതിക്ക് ഒരു സെക്ഷനിലേക്ക്, ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു IR വർക്ക് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് അറ്റൈൻ ചെയ്യുന്നതിന് നമുക്കൊരു കംപ്ലൈന്റ് നമ്പർ അല്ലെങ്കിൽ ഒരു ഡോക്കറ്റ് നമ്പർ നമുക്ക് കിട്ടും. അപ്പം ഈ ഡോക്കറ്റ് നമ്പർ വഴിയാണ് നമ്മളിത് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോ എന്താണ്, അപ്പൊ നമുക്ക് ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമുക്ക് നോക്കാം. സോ ഇപ്പോ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. മനീഷ്, മനീഷെ കേൾക്കാമോ? കേൾക്കാം. ഹോസ്റ്റാണ്, അതിന്റെ ഹോസ്റ്റാണ്. ഹോസ്റ്റ് ആണോ? ഓക്കെ, എനിക്ക് ഓപ്ഷൻ വരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, കാണാം, സ്ക്രീൻ കാണാമോ? കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്കൊരു കംപ്ലൈന്റ് വരുന്നത് സാറേ, സ്ക്രീൻ കാണുന്നില്ല സാർ, അതിന് എന്ത് ചെയ്യണം സാർ? ഹലോ സാർ. സ്ക്രീൻ കാണുന്നില്ലേ? ഇല്ല സാർ. ഇപ്പൊ കാണാം. കാണാമല്ലോ അല്ലേ? സാർ, അതിന് എന്താണ് ഓപ്ഷൻ എന്നാണ്? അല്ല, ഓപ്ഷൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. കാണുന്നില്ല സാർ. കാണുന്നുണ്ട്. ഇപ്പം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ഇതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ അക്വാലൂമിന്റെ എന്താണ് ഹോം പേജ്. അപ്പൊ യൂഷ്വലി നമ്മളിവിടെ ലോഗിൻ ചെയ്ത് നമ്മുടെ ഇതിൽ കയറുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാണ്.
സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് രജിസ്റ്റർ കംപ്ലൈന്റ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഞാനിപ്പം എനിക്ക് എൻ്റെ സെക്ഷൻ പരിധിയിൽ വരത്തക്ക രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. സോ നമ്മൾ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്തു, കോൺസ്റ്റിറ്റ്യുവൻസി, പിന്നെ എനിക്ക് വരത്തക്ക രീതിയിലുള്ളൊരു കോർപ്പറേഷൻ വാർഡും ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, സോ വാട്ടർ ലീക്ക് കൊടുത്തു. ടെസ്റ്റ് ലീക്ക് എന്നൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ആ പിന്നെ ലാൻഡ്മാർക്ക് ടെസ്റ്റ് ലീക്ക് എന്ന് കൊടുത്തു. ഓക്കെ, ടെസ്റ്റ് കൊടുത്തു. ഫോൺ നമ്പർ, ഒരു ഫോൺ നമ്പറും കൊടുത്ത് ഞാൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, സോ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ CUG നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. അതായത് ഡോക്കറ്റ് നമ്പർ 447265 എന്നൊരു ഡോക്കറ്റ് നമ്പറിൽ എനിക്കൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ കംപ്ലൈന്റ് എനിക്ക് എൻ്റെ SMS ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ O&Mന്റെ വെബിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അപ്പൊ ഇതില് മുന്നേ നമ്മുടെ IR ഇടുന്നതും എല്ലാം എയുടെ ലോഗിനിൽ കയറിയിട്ട് തന്നെയായിരുന്നു IR ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോ നമുക്ക് നമ്മുടെ ഇതില് ഒരു പുതിയൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. ബിൽ മാനേജ്മെന്റ് എടുക്കുമ്പോൾ ഇൻസിഡന്റ് റിപ്പോർട്ടിന്റെ താഴെ മാനേജ് ഫീൽഡ് ഓഫീസർ എന്നൊരു ടാബും കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. നിലവിൽ ഇത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ജില്ലകളിൽ മാർച്ച് 1-ാം തീയതി റോൾ ഔട്ട് ചെയ്യുമ്പോൾ അവിടെയും ഈ മാനേജ് ഫീൽഡ് ഓഫീസർ എന്ന ടാബ് ഓപ്പൺ എന്ന ഒരു ഓപ്ഷൻ വരുന്നതാണ്. മാനേജ് ഫീൽഡ് ഓഫീസർ എന്ന ഓപ്ഷൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ എല്ലാ സെക്ഷൻ ഓഫീസുകളിലും വന്നിട്ടുണ്ട്. മാർച്ച് 1-ാം തീയതി മുതൽ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓൾ കേരള റോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് മാനേജ് ഫീൽഡ് ഓഫീസർ എന്ന ഈ ഒരു ടാബ് എല്ലാ സെക്ഷനിലെ എയുടെ ലോഗിനിലും വരുന്നതാണ്. അപ്പോൾ ഈ മാനേജ് ഫീൽഡ് ഓഫീസർ എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഓവർസിയർ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്നത് ആരെയാണോ ഫീൽഡ് ഓഫീസറായിട്ട് അസൈൻ ചെയ്യുന്നത് അദ്ദേഹമാണ് ഈ ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്നത്. ഓവർസിയർ ആകാം, നമ്മുടെ സെക്ഷനിലെ പ്ലംബർ ആകാം, ഫിറ്റർ ആകാം, വർക്കർ ആകാം, എന്ത് വേണേലും ആവാം. ഓക്കെ, അപ്പോ നമ്മുടെ ഫീൽഡ് ഓഫീസർ, അപ്പൊ നമുക്ക് നമ്മുടെ ഓവർസിയറിനെല്ലാം ഒരു ലോഗിൻ ID നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പം ആപ്പിലേക്ക് പോയിട്ടില്ല. സോ ആപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നമ്മുടെ സെക്ഷനിലുള്ള ഫീൽഡ് ഓഫീസർ, ഇപ്പൊ ഓരോ RC ഏരിയ ഉണ്ടെങ്കിൽ അത് അത് നോക്കുന്ന ഓവർസിയർ ആകാം, പ്ലംബർ, ഫിറ്റർ, എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ നമുക്ക് ഫീൽഡ് ഓഫീസറിന് ഒരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അത് എയുടെ ലോഗിനിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ഇത് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ മാനേജ് ഫീൽഡ് ഓഫീസർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിലുള്ള ഫീൽഡ് ഓഫീസറിന്റെ എല്ലാ പേരും വരുന്നതാണ് ഇതിൽ. അപ്പൊ നമുക്ക് ഇനി ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നിലവിൽ ഇപ്പൊ എൻ്റെ ഇതിൽ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് ഫീൽഡ് ഓഫീസർ എന്നൊരു ഓപ്ഷൻ മുകളിലുണ്ട്, കാണാമെന്ന് വിശ്വസിക്കുന്നു. സോ അതിൽ ആഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ആരാണോ നമ്മുടെ ഫീൽഡ് ഓഫീസർ അതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫീൽഡ് ഓഫീസർ എന്ന് ആഡ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഫീൽഡ് ഓഫീസർ ആഡ് ചെയ്ത് കൊടുത്തു. ഡിസ്പ്ലേ നെയിം ഫീൽഡ് ഓഫീസർ, നമുക്കിവിടെ അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. ഡിസ്പ്ലേ നെയിം അവരുടെ എന്താണ് അവരുടെ ഡിസ്പ്ലേ നെയിം അത് കൊടുക്കുക. ഞാനിവിടെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വെറുതെ കൊടുക്കുന്നത്. ഇനി ഡെസിഗ്നേഷൻ നമുക്ക് കൊടുക്കാം, ഓവർസിയർ കൊടുക്കാം, അല്ലെങ്കിൽ അതർ കൊടുക്കാം. ഓവർസിയർ കൊടുത്താൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാം. അതർ ആണെങ്കിൽ ഏതാണ് ഡെസിഗ്നേഷൻ എന്ന് ചോദിക്കും.
ഓക്കെ, ഞാനിപ്പോ എൻ്റെ ഓഫീസറിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്ലംബറിനെയാണ് ഞാൻ ഫീൽഡ് ഓഫീസറായിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ അവിടെ ഞാൻ ഡെസിഗ്നേഷൻ അതർ കൊടുത്തു, ഇവിടെ ഡിപ്പാർട്ട്മെന്റ് പ്ലംബർ എന്ന് ആഡ് ചെയ്തു. ഇനി യൂസർ നെയിം നമുക്ക് പുള്ളിയുടെ പേരോ ഫോൺ നമ്പറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പം തൽക്കാലം ഫീൽഡ് ഓഫീസർ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഫോൺ നമ്പർ നമ്മളൊരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ സീരിയൽ നമ്പർ 1 ആയിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫീൽഡ് ഓഫീസർ എന്നൊരു ഒരു ഫീൽഡ് ഓഫീസർ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും എയുടെ ലോഗിനിൽ ഇത് ഉണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ ONDM ഇതിൽ കയറിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ ആപ്പിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, സോ ഇതുവരെ വലിയ മീൻസ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ചോദിക്കുക. അല്ലെങ്കിൽ മനീഷ് എങ്ങനെയാണ് ഇത് ഡൗട്ട് എല്ലാം ലാസ്റ്റിലാണോ അതോ ഇൻ ബിറ്റ്വീൻ ക്ലിയർ ചെയ്ത് പോകണോ? ഡൗട്ട് ഉള്ളത് സെഷൻ കഴിഞ്ഞിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ശരി. അപ്പം ഡൗട്ട് എല്ലാം നമുക്ക് സെഷൻ കഴിഞ്ഞതിന് ശേഷം ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫീൽഡ് ഓഫീസർ എന്നൊരു ഒരു യൂസറെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ അദ്ദേഹം നമ്മുടെ സെക്ഷനിലെ ഒരു ഇതാണ്. സോ അത് നമ്മൾ ഇതാക്കി കൊടുത്തിട്ടുണ്ട്, യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഇത് ഞാൻ ഷെയറിങ് നിർത്തിയിട്ട് ഞാൻ നമ്മുടെ മൊബൈലിലേക്ക് ഇത് ചെയ്യാം. ഓക്കെ, സോ എൻ്റെ മൊബൈൽ സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ കിടപ്പുണ്ട്. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതിന്റെ ലിങ്ക് കിട്ടി, എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. സോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓക്കെ, ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അത് ആദ്യം ചോദിക്കുന്നത് ലോഗിനും യൂസർ നെയിം പാസ്വേഡുമാണ്. സോ ലോഗിൻ യൂസർ നെയിം ആയിട്ട് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഓക്കെ, സോ നമ്മുടെ ആ ലോഗിൻ പേജ് കാണാം. നമ്മുടെ ഫീൽഡ് ഓഫീസർ ലോഗിൻ ചെയ്യുകയാണ്. നമുക്കൊരു ഫീൽഡ് ഓഫീസർക്ക് നമ്മൾ പുതിയതായിട്ടൊരു ഒരു യൂസർ ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്ത് കൊടുത്തു. സോ അദ്ദേഹം ഇത് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്തപ്പോൾ നിലവിൽ ഇവിടെ വെൽക്കം ഫീൽഡ് ഓഫീസർ എന്നാണ് ഇപ്പം കാണിക്കുന്നത്. നമ്മൾ ആരുടെ പേരാണോ കൊടുക്കുന്നത് ആ പേരായിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ 3 ടാബ് നിങ്ങൾക്ക് കാണാം. ഒന്ന് ഇൻസിഡന്റ് റിപ്പോർട്ട്സ്, IR, ഓപ്പൺ IRs ആൻഡ് ക്ലോസ്ഡ് IRs. അപ്പൊ ഇതിൽ നിലവിൽ ഇത് 3 0 ആണ് കാണിക്കുന്നത്. ഓക്കെ, നിലവിൽ ഇത് 3 0 ആണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പം ഞാനിപ്പോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു കംപ്ലൈന്റ് നേരത്തെ നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഡോക്കറ്റ് നമ്പർ വെച്ചിട്ട്, അതിന്റെ കംപ്ലൈന്റ് നമ്പർ വെച്ചിട്ട് നമ്മൾ ഒരു IR അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈന്റ് അതൊരു ലീക്കായിരുന്നു. സോ നമ്മുടെ ഫീൽഡ് ഓഫീസർ സൈറ്റിൽ പോയിട്ട് അവിടെ ഒരു IR ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ക്രിയേറ്റ് ന്യൂ IR എന്ന് കാണാം. സോ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഇത് എന്താണ്, AMC ആണോ, ആനുവൽ മെയിൻ്റെനൻസ് ആണോ, അല്ലാത്ത ഇതാണോ? സോ ഞാൻ AMC കൊടുത്തു. അടുത്തത് വർക്ക് നെയിം ചോദിക്കും. സോ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത വർക്കുകളെല്ലാം നമ്മുടെ ഇതിൽ തെളിഞ്ഞു വരും. ഞാൻ ടെസ്റ്റ് വർക്ക് AMC എന്നൊരു ഇത് കൊടുത്തു. ഇനി തൊട്ട് താഴെ ഞാൻ ഈ സെലക്ട് വർക്ക് നെയിം കൊടുത്തു. കണ്ടല്ലോ, ടെസ്റ്റ് വർക്ക് AMC എന്ന് കൊടുത്തു. സോ തൊട്ട് താഴെ എനിക്കൊരു TWSS അല്ലെങ്കിൽ തിരുവനന്തപുരം വാട്ടർ സപ്ലൈ സ്കീം എന്ന് വന്നു.
ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് എൻ്റെ സെക്ഷനിലുള്ള ഒരു എനിക്ക് എൻ്റെ സെക്ഷനിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്ന സ്കീമിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഞാൻ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ മാർച്ച് സോഫ്റ്റ്വെയറിൽ നിന്നാണ് അത് ഇങ്ങോട്ട് പിക്ക് ചെയ്യുന്നത്, അതും കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പോൾ TWSS തിരുവനന്തപുരം വാട്ടർ സപ്ലൈ സ്കീം. അടുത്തത് കമ്പോണന്റ് എന്താണ്? സോ ഇതിൽ കോമ്പോണന്റും നമുക്കിപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വരുന്ന ഓക്കെ ഹൈ ലെവൽ റിസർവോയർ കൊടുത്തു. ഡേറ്റ് നമുക്ക് ഇപ്പം നിലവിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ 25/2/2024 കാണിക്കുന്നത്. നമ്മൾ അവിടെ കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരാഴ്ച മുന്നേ വരെയുള്ള ഡേറ്റിൽ നമുക്ക് IR ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരാഴ്ച മുന്നേ വരെയുള്ള ഡേയ്സിൽ നമുക്ക് IR, അതിന് പിന്നിലോട്ടുള്ളതെല്ലാം ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. സോ നിലവിൽ നമ്മുടെ കംപ്ലൈന്റ് വന്ന തീയതി എന്ന് തന്നെയാണ്. സോ ഞാൻ 25 എന്ന് തന്നെയാണ്, അതായത് ആ ഇത് നിങ്ങൾക്ക് കാണാം ഇൻസിഡന്റ് റെക്കോർഡഡ് ഡേറ്റ് എന്നാണുള്ളത് കാണിക്കുന്നത്. സോ ഇൻസിഡന്റ് റെക്കോർഡ് ചെയ്ത ഡേറ്റ് 25/2/2024 ആണ്. ഇനി കോൺട്രാക്ടർ, സോ നമ്മൾ കൊടുത്തിട്ടുള്ള കോൺട്രാക്ടർമാരുടെ എല്ലാം പേര് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. ഞാൻ നിലവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ളൊരു കോൺട്രാക്ടർക്ക് അസൈൻ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ഏരിയ നോക്കുന്ന ആരാണോ, ആ പെർട്ടിക്കുലർ RC ഏരിയ നോക്കുന്ന ആരാണോ അവർക്ക് നമ്മൾ ഇത് അസൈൻ ചെയ്തു. എഗ്രിമെന്റ് നമ്പർ, നമ്മുടെ വർക്കിന്റെ എഗ്രിമെന്റ് നമ്പർ അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു റാൻഡം നമ്പർ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് കൊടുക്കാനുള്ളത് കംപ്ലൈന്റ് നമ്പറാണ്. ഈ കംപ്ലൈന്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് അക്വാലൂമിൽ വരുന്ന ഡോക്കറ്റ് നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡോക്കറ്റ് നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന പക്ഷം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ അക്വാലൂമിൽ ചെന്നിട്ട് അതിനെ പിക്ക് ചെയ്തെടുക്കുന്നതാണ്. സോ എനിക്ക് വന്ന ഡോക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 447265 എന്നാണ് എൻ്റെ ഡോക്കറ്റ് നമ്പർ. ഞാനിപ്പോൾ കുറച്ച് മുന്നേ രജിസ്റ്റർ ചെയ്ത ഒരു കംപ്ലൈന്റ് ആണ് 447265. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് നമുക്കൊരു അപ്ലോഡ് ബട്ടൺ കാണാം. ആ അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫെച്ചിങ് കംപ്ലൈന്റ് എന്ന് കാണിച്ചിട്ട് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ തന്നെ ഒരു ടെസ്റ്റ് ലീക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. ആ ടെസ്റ്റ് ലീക്ക് അത് തന്നെ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനും നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു IR എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് IR, നമ്മുടെ ആപ്ലിക്കേഷൻ വഴി IR ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മുടെ എയുടെ ലോഗിനിലല്ല, നമ്മുടെ ഫീൽഡ് ഓഫീസറാണ് ഇത് സൈറ്റിൽ ചെന്നതിന് ശേഷം നമ്മളെ ഇത് വെച്ചിട്ട് അത് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ IR ക്രിയേറ്റ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം നമുക്കിത് സബ്മിറ്റ് കൊടുക്കാം. അപ്പൊ ചോദിക്കും ആർ യു ഷുവർ ടു ക്രിയേറ്റ് ദിസ് IR? എസ് കൊടുക്കുക. ഒരു IR ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആയി. IRന്റെ നമ്പറും നമുക്ക് കിട്ടി, 1395088 ആണ് നമ്പർ. ഓക്കെ കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ IRന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ IR നമ്പർ ഉണ്ട്, അത് ക്രിയേറ്റഡ് ബൈ ആരാണെന്നുണ്ട്, ക്രിയേറ്റഡ് ഓൺ എന്നാണ് ഡേറ്റ്, അത് ക്രിയേറ്റ് ചെയ്ത ടൈം, പിന്നെ IR റെക്കോർഡ് ചെയ്ത ഡീറ്റെയിൽസ്, വർക്കിന്റെ പേര്, ഏതാണ് സ്കീം, അതിന്റെ ലാൻഡ് മാർക്ക്, കോമ്പോണൻസ് എല്ലാം ഉണ്ട്. പിന്നെ കറസ്പോണ്ടിങ് സബ് ഡിവിഷൻ സെക്ഷൻ, കോൺട്രാക്ടറുടെ പേര്, എഗ്രിമെന്റ്, പിന്നെ കംപ്ലൈന്റ് നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഒന്ന് ജസ്റ്റ് ബാക്കിലേക്ക് പോവാണ്. സോ നമ്മൾ ആദ്യം ലോഗിൻ ചെയ്തപ്പോൾ ഈ IRും ഓപ്പൺ IRും ക്ലോസ്ഡ് IRും എല്ലാം 0 ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു IR ഇൻസിഡന്റ് റിപ്പോർട്ട് 1 നമ്പർ ഉണ്ട്, ഒരു ഓപ്പൺ IR 1 നമ്പർ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ IR ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടതേ ഉള്ളൂ. അതായത് നമുക്കൊരു ലീക്കിന്റെ കംപ്ലൈന്റ് വന്നു, നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫീൽഡ് ഓഫീസർ സൈറ്റിൽ പോയി അതിനെ വെരിഫൈ ചെയ്തു, എന്നിട്ട് നമ്മളൊരു IR ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ അതെന്താണ്, ഓപ്പൺ സ്റ്റേജിലാണുള്ളത്. അതായത് IR ക്ലോസ് ചെയ്തിട്ടില്ല. കാരണം IR ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലീക്ക് വർക്ക് അല്ലെങ്കിൽ ലീക്ക് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് IR ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, നിലവിൽ നമുക്കിപ്പോൾ ഇൻസിഡന്റ് റിപ്പോർട്ട്സ് ഒന്നുണ്ട്, ഓപ്പൺ IR ഒന്നുണ്ട്, ക്ലോസ്ഡ് IR 0 ആണ്. ഇനി നമ്മുടെ IRലേക്ക് പോവാണ്. ഓപ്പൺ IRലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ വന്ന അതേ ഡീറ്റെയിൽസ്. ഓക്കെ, സോ നമ്മുടെ ഫീൽഡ് ഓഫീസർ നമ്മൾ സൈറ്റിലേക്ക് പോവാണ്. സൈറ്റിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് താഴെ കാണാം ഒരു ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ടാബ്. അപ്പോൾ സൈറ്റിലേക്ക് പോയിട്ട് നമ്മുടെ ഫീൽഡ് ഓഫീസർ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ലീക്ക് വർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട് ആൾക്കാർ പണി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, സോ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ആഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ചോദിക്കും, ക്യാമറയാണോ ഗാലറി ആണോ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഫീൽഡ് ഓഫീസർ സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ക്യാമറ ഓപ്പൺ ചെയ്യുന്നു. സോ ക്യാമറ ഓപ്പൺ ചെയ്ത് നമ്മുടെ സൈറ്റിന്റെ ഫോട്ടോ എടുക്കുകയാണ്. സോ സൈറ്റിനെ അവിടെ ചെന്ന് നിന്നിട്ട് സൈറ്റ് ലീക്ക് വർക്ക് നടക്കുന്നതിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. സോ ഒരു ഫോട്ടോ എടുത്തു, ഓക്കെ കൊടുത്തു. സോ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരും, ഡൺ കൊടുക്കുക. സോ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ, ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് ഓഫീസർ സൈറ്റിൽ അല്ലെങ്കിൽ ലീക്ക് വർക്ക് നടക്കുന്ന സൈറ്റിൽ ചെന്ന് നിന്ന് എടുത്ത ഫോട്ടോയാണ്. അതവിടെ കിടക്കും. അപ്പോൾ നമ്മുടെ ഫീൽഡ് ഓഫീസറിന് എന്താണ്, ആ ലീക്ക് എന്ന് പറഞ്ഞാൽ അവർ എക്സ്കവേഷൻ തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്ക് വേറെ 2-3 സൈറ്റിൽ പോകണം. ഓവർസിയർ ആകാം, ആരായാലും ഇപ്പോൾ ഒരു ഷോർട്ടേജ് നോക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു കണക്ഷന്റെ ഫയല് നോക്കാൻ പോകണം. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോട്ടോ എടുത്തു, ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് പുള്ളി ഇത് എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ കാരണം എന്താണ്, ലീക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ ആപ്ലിക്കേഷൻ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് അദ്ദേഹം എവിടെ പോകുന്നു, അടുത്ത സൈറ്റുകളിലേക്ക് പോവാണ്. ഓക്കെ, സോ അതിന്റെ സൈറ്റുകളിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റി, പോയി അവിടെ ചെന്നതിന് ശേഷം പുള്ളി കുറച്ച് ദൂരെയാണ് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഓഫീസിലെ തന്നെ വേറൊരു സ്റ്റാഫ് അതുവഴി പോകുമ്പോൾ പുള്ളി പറയുകയാണ്, അവിടെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് തരിക. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫീൽഡ് ഓഫീസർ തന്നെ ഒരു ഉച്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ പണി ഏതാണ്ട് തീരാറായി. ഓക്കെ, സോ തീരാറായപ്പം പുള്ളി വീണ്ടും ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്യാണ്, തിരിച്ചു പോകുമ്പോൾ പണി ഒന്നും ആയിട്ടില്ല, എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പാതി വഴിയിലാണ്. അപ്പം പുള്ളി എന്ത് ചെയ്യുന്നു, ക്യാമറയിൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാതെ ക്യാമറയിൽ, സാധാരണ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ 2-3 ഫോട്ടോ എടുത്തിട്ടിട്ട് നേരെ ഓഫീസിൽ പോവാണ്. ഓക്കെ, സോ ഓഫീസിൽ ഇരുന്നിട്ട്, അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് നെറ്റ് ഇല്ലാത്തതിന്റെ എന്തെങ്കിലും ഇഷ്യൂ കാരണം പുള്ളി ഫോട്ടോ എടുത്തിട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് ആരെങ്കിലും വാട്സാപ്പ് ചെയ്ത് കൊടുത്ത ഫോട്ടോ ആയാലും മതി, പുള്ളി നേരെ എന്ത് ചെയ്യാണ്, തിരിച്ച് ഓഫീസിൽ പോവാണ്. ഓഫീസിൽ ചെന്നിട്ട് പുള്ളി വിചാരിക്കുകയാണ്, ഓക്കെ നമുക്കിത് അപ്ലോഡ് ചെയ്യാം, നമ്മൾ അവിടെ ഉള്ള അടുത്ത ഫോട്ടോസ് ഉണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടി ആഡ് ഫോട്ടോ കൊടുക്കുക. അതിൽ പുള്ളി ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗാലറിയാണ്. സോ ഗാലറിയിൽ ചെല്ലുന്നു, ഒരു ഫോട്ടോ, ഓൾറെഡി ഉള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഓൾറെഡി ഗാലറിയിൽ ഉള്ളൊരു ഫോട്ടോ, അല്ലെങ്കിൽ പുള്ളി എടുത്തിട്ട് പോകുന്ന വഴി എടുത്ത ഒരു ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ പുള്ളിക്ക് നമ്മുടെ ഓഫീസിലെ വേറെ സ്റ്റാഫോ ആരെങ്കിലും എടുത്തു വെച്ച്, വേറൊരു ഫീൽഡ് ഓഫീസർ എടുത്തു വെച്ചൊരു ഫോട്ടോ ആയിരിക്കും. അത് അപ്ലോഡ് ചെയ്യുന്നു, ഡൺ കൊടുക്കുന്നു. സോ ആ പറയുന്ന ഫോട്ടോയും നമുക്കിവിടെ ആഡായി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇമേജ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്, ആ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ലീക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു കുറെ എക്സ്കവേറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല. ഓക്കെ, സോ എന്ത് പറ്റി, ഇവര് പാതി വഴിയിലിട്ട് പോവാതെ ഇപ്പോൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച്, ഇപ്പോൾ ഒരു 110 mm PVC-യുടെ ലീക്കാണ്, ചെറിയൊരു പൊട്ടലുണ്ട്, ഇവര് ഒന്ന് കുറച്ച് കുഴിച്ചു നോക്കി, നല്ല ലേറ്റായി, രാത്രിയായി. സോ രാത്രിയായപ്പം പുള്ളി ഇപ്പോൾ നമ്മുടെ ഫീൽഡ് ഓഫീസറിന്റെ വീട് ഇത്തിരി ദൂരമാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, പുള്ളി പോയിട്ട് പകരം വേറൊരാളെ വിടുകയാണ്. ഓക്കെ, സോ പകരം വേറൊരാളെ വിടുമ്പോൾ അദ്ദേഹം ഈ സൈറ്റിൽ അപ്പം കോൺട്രാക്ടറിന്റെ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ കോൺട്രാക്ടർ പറയുന്നു, വർക്ക് തീരാറായി, നമ്മൾ 2 CR ഇട്ട് അതിനെ പുതിയ ഒരു പൈപ്പും ഇട്ടു, 2 CR ഇട്ട്
ഇത് എന്താണ് നമ്മുടെ ലീക്ക് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പൊ അതേ സമയത്ത് നമ്മുടെ മറ്റൊരു ഓഫീസർ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഈ ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന പുള്ളിക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ ഫോട്ടോയുടെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ, നമ്മുടെ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ കിച്ചടിയെ കുറിച്ച് പറഞ്ഞു. സോ അതില് നമ്മുടെ എന്താണ് നമ്മുടെ വർക്കിൽ വരുന്ന അല്ലെങ്കിൽ ONM വർക്കിൽ വരുന്ന സ്പെഷ്യൽസ് നിർബന്ധമായിട്ടും റെക്കോർഡിക്കലായിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റിൽ യൂസ് ചെയ്ത 2 CR ഉണ്ടെങ്കിൽ ആ 2 CRന്റെ ഫോട്ടോ വരത്തക്ക 2 CR വരത്തക്ക ഒരു ഫോട്ടോ, അതേ സൈറ്റിൽ 2 CR വരത്ത ഒരു ഫോട്ടോ നിർബന്ധമായി എടുക്കണം. സോ മറ്റൊരാളെ കൊണ്ട് ഇദ്ദേഹം അത് എടുപ്പിച്ചിട്ട് അദ്ദേഹം അത് വാട്സാപ്പ് ചെയ്ത് കൊടുത്തു. സോ നമ്മുടെ ഫീൽഡ് ഓഫീസറിന് ആ ഫോട്ടോ കിട്ടുകയും അതെന്ത് ചെയ്തു, അത് ഗാലറിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ ചെന്ന് ഗാലറിയിൽ ചൂസ് ചെയ്ത് ഒരു ഫോട്ടോ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് നമ്മുടെ IRൽ ഇപ്പൊ നമ്മൾ 3 ഫോട്ടോസ് ആഡ് ചെയ്തു. നമുക്ക് 3 മാത്രമല്ല, നമുക്ക് എത്ര ഫോട്ടോസ് വേണേലും ആഡ് ചെയ്യാം. സോ ആദ്യം എടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് അദ്ദേഹം സൈറ്റിൽ വെച്ചെടുത്തതാണ്. രണ്ടാമത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് വേറൊരാള് അയച്ചു കൊടുത്ത ഫോട്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ വരുന്ന വഴിയിൽ ക്യാമറയിൽ എടുത്തു പിന്നെ അപ്ലോഡ് ചെയ്തതാകാം. ഈ ലാസ്റ്റ് ഉള്ള ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽസ് കാണത്തക്ക രീതിയിലുള്ള ഫോട്ടോ ആണ് ഈ ലാസ്റ്റ് ഉള്ളത്. അതായത് നമ്മുടെ ലീക്ക് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് ട്രെഞ്ച് മൂടുന്നതിന് മുന്നുള്ള ഫോട്ടോയാണ് ഏറ്റവും ലാസ്റ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ വൈകുന്നേരമായി അല്ലെങ്കിൽ രാത്രിയായി നമ്മുടെ എന്താണ് ഈ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ എന്താണ് കോൺട്രാക്ടർ അല്ലെങ്കിൽ നമ്മുടെ പണിക്കാർ ഈ ട്രെഞ്ച് തിരിച്ച് മൂടിയിട്ട് എന്ത് ചെയ്തു, അവര് അവരുടെ വീടുകളിലേക്ക് പോയി. അപ്പൊ നമ്മുടെ ഫീൽഡ് ഓഫീസറിന് ഇപ്പോ എന്ത് ചെയ്യണം, ഈ IR അല്ലെങ്കിൽ ഈ ലീക്ക് വർക്ക് കഴിഞ്ഞു. സോ അദ്ദേഹത്തിന് ഇത് ക്ലോസ് ചെയ്യണം. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, സോ അദ്ദേഹത്തിന്റെ 3 ഫോട്ടോസ് ഉണ്ട്. ഒന്ന് നമ്മുടെ വർക്ക് തുടങ്ങുന്ന സമയത്തുള്ളത്, ഒന്ന് ഇടയ്ക്കുള്ളത്, ലാസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെഞ്ച് മൂടുന്നതിന് മുന്നേ നമ്മുടെ സ്പെഷ്യൽസ് കാണത്തക്ക രീതിയിലുള്ള ഫോട്ടോ. അത് നിർബന്ധമായും എടുത്തിരിക്കണം. സോ എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഫീൽഡ് ഓഫീസർ IR ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. സോ IR ക്ലോസ് ചെയ്യാൻ വേണ്ടി താഴെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. സോ പുള്ളി അത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് IR ക്ലോസ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ അദ്ദേഹം എന്താണ് വീട്ടിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ഫീൽഡ് ഓഫീസർ. അദ്ദേഹം നോക്കുമ്പോൾ IR ക്രിയേറ്റഡ് ഓൺ, ഏറ്റവും മുകളിൽ IR നമ്പർ ഉണ്ട്, അത് ക്രിയേറ്റഡ് ഓൺ എന്താണ് ക്രിയേറ്റഡ് ബൈ ആരുടെ പേരാണ്, അദ്ദേഹത്തിന്റെ പേര് തന്നെ ആയിരിക്കും. അതിന്റെ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഉണ്ട്, സമയമുണ്ട്, അത് റെക്കോർഡ് ചെയ്ത ഡേറ്റും ഉണ്ട്, ഏത് സ്കീമാണെന്നുണ്ട്. എന്നിട്ട് അടുത്ത ഓപ്ഷൻ, ഇത് ശരിക്കും ലീക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഡോക്കർ നമ്പറിൽ. അത് ലീക്കാണോ അല്ലയോ എന്നാണ് അടുത്ത ചോദ്യം. ലീക്ക് തന്നെയാണ്, അത് ഓൾറെഡി ഹൈലൈറ്റഡ് ആണ്. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ സെലക്ട് പൈപ്പ് ടൈപ്പ്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് കാറ്റഗറിയുള്ള കുറച്ച് പൈപ്പിന്റെ ടൈപ്പ് ഉണ്ട്. AC, CI, GI, HDP, PVC. ഞാൻ PVC ക്ലിക്ക് ചെയ്തു. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ സൈസ് എത്രയാണ്, 110 mm PVC. ഇനി അടുത്ത റീസൺ ഫോർ ലീക്ക്. സോ എന്ത് റീസൺ എങ്കിലും ഇപ്പം ഒരു HDD വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ലീക്ക് ആയത്. സോ ഡ്യൂ ടു HDD വർക്ക് എന്ന ഓപ്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ആഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ചോദിക്കുന്നത്, ഹെഡിങ് നമ്പർ ഉണ്ട്, ഹെഡ് നമ്പർ ഉണ്ട്, സബ് ഹെഡ് നമ്പർ ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, കമന്റ്. ഈ ഹെഡ് നമ്പർ, സബ് ഹെഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂളിൽ, നമ്മുടെ RC അല്ലെങ്കിൽ നമ്മുടെ മെയിൻ്റെനൻസിന്റെ RC ഷെഡ്യൂളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതായത് ഇപ്പോ എന്താണ് ഐറ്റം നമ്പർ 1, പിന്നെ അതിന്റെ ഒരു സബ് ഹെഡ് ആയിട്ട് 001, 002 അങ്ങനെ പോവുമല്ലോ. സോ ആ ഹെഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ഞാനിപ്പോ നമ്മുടെ 110 mm ലീക്കാണ്, 2 CR ഉള്ള 110 mm PVC-യുടെ ലീക്കാണ്. സോ ഞാൻ 4.004 ആണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഹെഡ് എന്ന് പറഞ്ഞാൽ 4 ആണ്, സബ് ഹെഡ് എന്ന് പറഞ്ഞാൽ 004 ആണ്. സോ 400 അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അതായത് ആ ലീക്ക് 1 നമ്പർ ആണ്. കമന്റ്
PVC ലീക്ക്. ഓക്കെ, സോ അത് ഒരെണ്ണം വന്നു. അടുത്തത് നമുക്ക് ഈ ലീക്കിന് നമുക്ക് ഇനി സ്പെഷ്യൽസ് വേണം. അപ്പോൾ അടുത്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആഡ് ഇഷ്യൂസ് കൊടുക്കുക. അടുത്ത നമ്മൾ 2 CR സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ സപ്ലൈയോസ് സ്പെഷ്യൽസ് അതിന്റെ എന്താണ് ഐറ്റം നമ്പർ 14 ആയിരിക്കും, സബ് ഹെഡ് 008 ആയിരിക്കും, ക്വാണ്ടിറ്റി 2 സെറ്റ്, അതിന്റെ കമന്റ് എന്നാണ്. അതും നമ്മൾ ആഡ് ചെയ്തു. സോ ഇത് രണ്ടുമാണ് ഇപ്പൊ നിലവിൽ ഇവിടെ വരുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലീക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ആ 4.004 പറഞ്ഞിരിക്കുന്ന ഒരു സ്പെസിഫിക് ലെങ്ത് ഓഫ് പൈപ്പ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 1 മീറ്റർ പൈപ്പിന് 1 മീറ്റർ പൈപ്പ് CIR ജോയിന്റിന് വേണ്ടിയിട്ടായിരിക്കും ഈ 4.004. നമ്മുടെ ലീക്ക് പക്ഷേ എന്താണ് പൈപ്പ് ഒരു 2-2.5 മീറ്റർ നീളത്തിൽ എന്താണ് കീറിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പൈപ്പും നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അത് സപ്ലൈ ഓഫ് കോൺട്രാക്ടർ സപ്ലൈ ഓഫ് മെറ്റീരിയൽസിൽ വരുന്നതാണ്. സോ 14.017 ആയിരിക്കും ആ നമ്പർ. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1.5 ആയിരിക്കാം. സോ അതിന്റെ കമന്റ് അത് എന്താണെന്ന് കൊടുക്കുക. അത് നമ്മൾ കൊടുത്തു. 14.017 എന്താണ് 110 mm PVC പൈപ്പാണ്. അത് 1.5 മീറ്റർ, അതാണ് അതിന്റെ ക്വാണ്ടിറ്റി. സോ ഇത്രയും കഴിഞ്ഞു, നമ്മൾ ഇത്രയും ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് അറ്റാച്ച് ഫോട്ടോ. അതിന്റെ തൊട്ട് താഴെ ആഡ് ഇഷ്യൂസിന്റെ താഴെ നമുക്ക് അറ്റാച്ച് ഫോട്ടോ ഉണ്ട്. ഇതിന്റെ തൊട്ട് താഴെ ഒരു മാപ്പ് നമുക്ക് കാണാം. ഒരു എന്താണ് ഒരു മാർക്ക് കാണാമല്ലോ, ഒരു ഹാൻഡ് പോയിന്റഡ് ഡൗൺ. അപ്പം അതാണ്, അതും അറ്റാച്ച് ഫോട്ടോ ഉണ്ട്. ഇനി അടുത്ത താഴെ ഉള്ളത് കൺഫേം ആൻഡ് ക്ലോസ് IR ആണ്. അപ്പൊ നമ്മുടെ ഫീൽഡ് ഓഫീസർ എന്ത് ചെയ്തു, ആ കൺഫേം ആൻഡ് ക്ലോസ് IR എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തപ്പോൾ മുകളിലത്തെ അറ്റാച്ച് ഫോട്ടോ എന്താണ്, അറ്റാച്ച് ഫോട്ടോ ഒന്നുകൂടെ ചെയ്യുമ്പോൾ അറ്റാച്ച് ഫോട്ടോ എന്ന് പറയുന്ന ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് വന്നു. ഓക്കെ, അറ്റാച്ച് ഫോട്ടോ എന്ന് പറയുന്ന ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് വന്നു. സോ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ട് താഴെ അറ്റാച്ച് ഫോട്ടോയുടെ താഴെ നമുക്കൊരു എന്താണ് ഒരു മാപ്പ് കാണാം. ആ മാപ്പ് സൂചിപ്പിക്കുന്നത് നമ്മൾ എവിടെയാണോ നമ്മുടെ ലീക്ക്, ആ ലീക്ക് സൈറ്റിൽ നിന്ന് വേണം നമ്മുടെ ഈ ഫോട്ടോ എടുക്കാൻ. അതായത് ക്ലോസ്ഡ് ഫോട്ടോ എടുക്കേണ്ടത് ലീക്ക് സൈറ്റിൽ നിന്നാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ജിയോ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മുടെ സെക്ഷനിലുള്ള ഇപ്പോ എന്താണ് ഒരു ലീക്ക് എവിടെയാണ് വന്നിട്ടുള്ളത്, ആ സ്പോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ ഏത് തരം പൈപ്പാണെന്നും നമ്മുടെ പൈപ്പിന്റെ സൈസ് എന്താണെന്നും നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് ഇതിന്റെ ഒരു ഡേറ്റ ഉണ്ടാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എന്താണ് ഈ ഒരു ലൊക്കേഷനിൽ ടാഗ് ചെയ്ത ഫോട്ടോ എടുക്കേണ്ടത്. സോ ഞാൻ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഓഫീസർ വീട്ടിൽ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ നമ്മുടെ ഡേറ്റാബേസിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മുടെ KWA വെബ്സൈറ്റിൽ പബ്ലിക്കിന് വരെ വിസിബിൾ ആണ്. സോ അവർക്ക് കാണാൻ പറ്റും ഇന്ന ലൊക്കേഷനിൽ എടുത്തിട്ട് ഇന്ന ലൊക്കേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ജിയോ ടാഗ് ചെയ്ത ലൊക്കേഷനിൽ 110 mm PVC പൈപ്പ് എന്താണ് നമ്മളൊരു HDD വർക്ക് കാരണം നമ്മൾ 3 ഇഷ്യൂസ് അല്ലെങ്കിൽ 2 CR-ഉം 1.5 മീറ്റർ പൈപ്പ് മാറ്റിയിട്ടിട്ടുണ്ടെന്ന് ആർക്ക് വേണോ കാണാം. ഓക്കെ, സോ നമ്മുടെ പുള്ളിക്കാരൻ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരന്റെ വീട്ടിലെ ലൊക്കേഷനിലായിരിക്കും ഇത് ടാഗ് ചെയ്ത് വരുന്നത്. സോ അതുകൊണ്ട് നിർബന്ധമായിട്ടും IR ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ലീക്ക് സ്പോട്ട് അല്ലെങ്കിൽ ലീക്കിന്റെ സൈറ്റിൽ ചെന്ന് നിന്ന് വേണം നമ്മുടെ എന്താണ് ഫോട്ടോ എടുക്കേണ്ടതായിട്ട്. ഓക്കെ, സോ ഈ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ഫോട്ടോ ആണ്. അപ്പൊ നമ്മൾ കൺഫേം ആൻഡ് ക്ലോസ് കൊടുത്തപ്പോൾ അറ്റാച്ച് ഫോട്ടോയിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഫീൽഡ് ഓഫീസർ എന്ത് ചെയ്തു, അന്ന് ചെയ്യാൻ പറ്റിയില്ല, കാരണം പുള്ളി വീട്ടിലാണ്. പുള്ളി നാളെ പിറ്റേന്ന് രാവിലെ സൈറ്റിലെത്തി. നമ്മുടെ സൈറ്റിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തു, അറ്റാച്ച് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു. അറ്റാച്ച് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് പറ്റി, നേരത്തെ നമ്മൾ അറ്റാച്ച് ഫോട്ടോ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് നമുക്ക് 2 ഓപ്ഷൻ ചോദിച്ചു. ഒന്ന് ഗാലറി അല്ലെങ്കിൽ ക്യാമറ.
പക്ഷെ ഇവിടെ എന്താണ്, ഡയറക്റ്റ് ക്യാമറയാണ് ഓപ്പൺ ആയത്. സോ ഇവിടെ സൈറ്റിൽ എത്തിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഫീൽഡ് ഓഫീസർ ഫോട്ടോ എടുത്തു, സ്പോട്ടിൽ എത്തിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്തു. സോ ഫോട്ടോ എടുത്തു, അതിനെ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ലൊക്കേഷൻ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോ നമ്മുടെ IR ആഡായി. തൊട്ട് താഴെ, ഫോട്ടോയ്ക്ക് താഴെ നമുക്ക് കാണാം, ഓപ്ഷൻ കാണാം, മാപ്പ് കാണാം. ആ മാപ്പിൽ നമ്മുടെ എന്താണ് ലീക്ക് എവിടെയാണെന്നുള്ള സംബന്ധിച്ച ഡീറ്റെയിൽസും ഉണ്ട്. സോ അതിനുശേഷം എന്ത് ചെയ്തു, കൺഫേം ആൻഡ് ക്ലോസ് കൊടുത്തു. അപ്പോൾ മാത്രമാണ് ആർ യു ഷുവർ ടു ക്ലോസ് ദിസ് IR എന്ന് ചോദിക്കുന്നത്. നമ്മൾ യെസ് കൊടുത്തു, ഡൺ സക്സസ്ഫുള്ളി. ഓക്കെ, സോ നമ്മൾക്ക് നിലവിലൊരു IR ഉണ്ടായിരുന്നു. ആ IR നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ഡാഷ്ബോർഡിൽ കയറുമ്പോൾ, ഫീൽഡ് ഓഫീസറിന്റെ ഡാഷ്ബോർഡിൽ കയറുമ്പോൾ ഇൻസിഡന്റ് റിപ്പോർട്ട്സ് 1 നമ്പർ ഉണ്ട്, ക്ലോസ്ഡ് IR 1 നമ്പർ. അതായത് ആ പറയുന്ന IR നമുക്ക് ക്ലോസ് ആയി എന്നതാണ് ഇതിന്റെ. ഓക്കെ, സോ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, ഈ IR നമ്മൾ ആപ്പ് വഴി ക്ലോസ് ചെയ്തു. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാനായിട്ട് നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ വെബിൽ പോവാം. സോ അതിനുവേണ്ടി ഞാൻ ഇതിന്റെ സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ മാറ്റുകയാണ്. ഓക്കെ, സോ ഇനി നമ്മുടെ വെബ് ഇതിലേക്ക് പോവാണ്. സ്ക്രീൻ ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, സോ നമ്മുടെ എന്താണ് ഇപ്പൊ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഓക്കെ, സോ ഞാൻ വീണ്ടും മിൽ മാനേജ്മെന്റ് എടുത്തു. ഓക്കെ, സോ അതിൽ നമ്മുടെ ഇൻസിഡന്റ് റിപ്പോർട്ട് ടാബ് കണ്ടല്ലോ, അത് നമ്മുടെ എല്ലാവർക്കും ഉള്ളതാണ്. അതെടുത്തപ്പോൾ നമുക്ക് എന്താണ് ഏറ്റവും സീരിയൽ നമ്പർ 1 നമ്മൾ ഇപ്പോൾ എടുത്ത എന്താണ് വർക്ക്, അതായത് ടെസ്റ്റ് വർക്ക് AMC IR നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഓഫീസർ ക്രിയേറ്റ് ചെയ്തതാണ്. ക്രിയേറ്റഡ് ഡേറ്റ് ഉണ്ട്, IR റെക്കോർഡ് ഡേറ്റ് ഉണ്ട്, സബ് ഡിവിഷൻ സെക്ഷൻ, കോൺട്രാക്ടറുടെ പേരുണ്ട്, അത് AMC ആണോ എന്നുള്ളതുണ്ട്, എഗ്രിമെന്റ് നമ്പർ, പിന്നെ അസൈൻ ടു ഓവർസിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് എയുടെ ലോഗിനിലാണ് നമ്മുടെ IR ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരാണോ ഓവർസിയർ അവർക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന എന്താണ് ഓവർസിയർ അല്ലെങ്കിൽ ഫീൽഡ് ഓഫീസർ ആണ് ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഫീൽഡ് ഓഫീസർ ഉണ്ട്. പിന്നെ അത് എന്താണ് നമുക്ക് കാണാൻ പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, കാണിച്ചു തരാം. അപ്പൊ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ IR ഉണ്ട്, IR നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, വർക്കിന്റെ പേര്, സബ് ഡിവിഷൻ, നേരത്തെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിൽ ക്രിയേറ്റഡ് ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, ബാക്കി സ്റ്റാറ്റസ് എന്താണ്, ക്ലോസ്ഡ് ഉണ്ട്, ക്ലോസ്ഡ് ബൈ ആരാണെന്നുണ്ട്, ക്രിയേറ്റ് ബൈ ആരാണ്, രണ്ടും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആരാണ് ക്ലോസ് ചെയ്തെന്നുള്ളത്. ഇനി അതിന്റെ ഈ ലാൻഡ്മാർക്ക് ഒക്കെ നമ്മുടെ ഇതിൽ നിന്ന് പിക്ക് ചെയ്ത് എടുക്കുന്നതാണ് എന്താണ് നമ്മുടെ അക്വാലൂമിന്ന്. ഇനി അതിന്റെ കൂടാതെ ഇത് ക്രിയേറ്റഡ് ഡേറ്റും ടൈമും ഉണ്ട്, അതുപോലെ ക്ലോസ്ഡ് ടൈമും ഡേറ്റും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് നമ്പർ, ഇത് അക്വാലൂമിന്ന് പിക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഇഷ്യൂസ് ആഡ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ആഡ് ചെയ്തു 4.004 1 നമ്പർ, 14.008 2 നമ്പേഴ്സ്, പിന്നെ 14.017 1.5 മീറ്റേഴ്സ്. ഓക്കെ, സോ ഇതില് നമ്മുടെ ഈ ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ സ്പെഷ്യൽസ് അല്ലെങ്കിൽ ഈ നമ്മുടെ ഷെഡ്യൂളിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഫീൽഡ് ഓഫീസറിനോ AEക്കോ ഇത് കാണാതെ പഠിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് സൈറ്റിൽ നിന്ന് ഇത് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അഥവാ ഏതെങ്കിലും ഒന്ന് റാൻഡം ആയിട്ട് വെറുതെ ആഡ് ചെയ്തതിന് ശേഷം, ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക്
നമ്മുടെ ഓഫീസിൽ വന്ന് വെബിൽ കയറി ഇതിന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ 14.00 അല്ല സോറി 4.004 എന്ന് ഞാൻ കൊടുത്ത എന്താണ് 110 mm PVC-യുടെ ലീക്ക് അല്ലായിരുന്നു, അത് ചിലപ്പം 90 mm PVC-യുടെ ആയിരുന്നു. സോ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ചിലപ്പം 005 ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യാം. അതിന്റെ നമ്പേഴ്സ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇപ്പൊ 4.005 ആയി. ഇനി ഈ 14.008 അതും ചിലപ്പം 009 ആയിരുന്നിരിക്കും, അതും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ വന്ന് എന്താണ് ഒരെണ്ണം ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആഡ് ന്യൂ എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഹെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 5 ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് കൊടുക്കുകയാണ്. 009 ക്വാണ്ടിറ്റി 1, അതിപ്പം 110 എന്താണ് സാഡിൽ ഞാൻ വെറുതെ കൊടുക്കുകയാണേ. ഓക്കെ ഓക്കെ, കൺഫേം ചെയ്തു. സോ നമുക്ക് എത്ര ഇഷ്യൂസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഒരു കാര്യം, നമ്മുടെ ഈ IR നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതായത് ക്ലോസ് ചെയ്ത് 25 ഫെബ്രുവരി 25 നമ്മളിത് ക്ലോസ് ചെയ്തത്. ഇനി ഈ ഇഷ്യൂസ് നമുക്ക് എഡിറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ പറ്റും. ആഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. ഇതെല്ലാം നമ്മൾ ഇഷ്യൂ ക്ലോസ് ചെയ്തതിന് ശേഷം 3 ദിവസത്തേക്ക് മാത്രമേ ഈ ടാബ് എനേബിൾ ആയിട്ടിരിക്കുള്ളൂ. ഈ 3 ദിവസം കഴിഞ്ഞാൽ ഈ എഡിറ്റ് ബട്ടണും ഈ ആഡ് ന്യൂവും ഡിലീറ്റും എല്ലാം ഡിസേബിൾ ആയി പോകും. നമ്മൾ എൻ്റർ ചെയ്തത് അതുപോലെ തന്നെ കിടക്കും. ഇപ്പോൾ നമുക്ക് നമ്മൾ IR ക്ലോസ് ചെയ്യുന്ന സമയത്ത് വെറുതെ കുറെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു, പിന്നെ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ അത് ആഡ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ എന്തോ ചില കാര്യങ്ങളാൽ അത് ആഡ് ചെയ്യാനോ ഇത് ചെയ്യാനോ പറ്റിയില്ല, നമ്മളത് വിട്ടുപോയി. സോ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ ഈ ഇത്രയും സാധനം ഇത് ലോക്കായി പോകുന്നതാണ്. സോ ലോക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് പിന്നെ IT യൂണിറ്റിലോ അവരുടെ സഹായം തേടേണ്ടി വരും. ഓക്കെ, സോ 3 ദിവസമാണ് ഇതിന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്, എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പിന്നെ ആഡ് ചെയ്യാനുമുള്ള ടൈം പീരീഡ്. അത് എന്ന് പറഞ്ഞാൽ IR ഓപ്പൺ IR എന്നല്ല, IR ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം വരെ ഈ ടാബുകളെല്ലാം ആക്ടിവേറ്റ് ആയിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡീആക്ടിവേറ്റ് ആയിട്ട് പോകും. ഓക്കെ, സോ നമ്മൾ താഴോട്ട് വരുമ്പോൾ ബാക്കിയുള്ള IR ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫീൽഡ് ഓഫീസർ എൻ്റർ ചെയ്ത കുറച്ച് ഡീറ്റെയിൽസ് കാണാം. അത് ലീക്ക് ആയിരുന്നു, അത് എന്ത് പൈപ്പായിരുന്നു, സൈസ് എന്തുമായിരുന്നു, അതിന്റെ റീസൺ ആഡ് ചെയ്തിട്ടുണ്ട്, ചെയ്യാതെ ഇരിക്കാൻ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഇമേജ് കണ്ടല്ലോ, ഈ ഒരു ഇമേജ് ആണ് നമ്മുടെ നമ്മുടെ ഫീൽഡ് ഓഫീസർ സൈറ്റിൽ നിന്ന് എടുത്ത ഇമേജ്. ഓക്കെ, സോ ആ ഇമേജ് നമുക്ക് ഇവിടെ കാണാം. ഇനി അതിന്റെ ലൊക്കേഷൻ ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, ആ ലൊക്കേഷൻ നമുക്ക് കാണാം. അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി നമ്മുടെ തൊട്ട് താഴെ നമ്മുടെ ഇമേജ്, അതായത് ഫീൽഡ് ഓഫീസർ സൈറ്റിൽ ചെന്നെടുത്തതും അല്ലാതെ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇമേജസും നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ യൂസ്. ഇത് പിന്നെ ഒരു ഇതിവിടെ ഉണ്ട്, നമ്മുടെ IR പണ്ട് ഒരു IR തന്നെ നമ്മൾ പല ഡേറ്റിലുള്ള കംപ്ലൈൻസ്, ഇപ്പം അടുപ്പിച്ചിട്ടുള്ള 2 ദിവസത്തെ അല്ലെ 3 ദിവസത്തെ കംപ്ലൈൻസ് ഒരു IR തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ആപ്പ് വന്നതോടുകൂടി എനിക്ക് നവംബർ ആ ഒരു സമയത്തോടു കൂടി ഒരു കംപ്ലൈന്റിന് ഒരു IR ആണ്. ഓക്കെ, ഈ ഒരു കംപ്ലൈന്റിന് ഒരു IR ആണ്. മൾട്ടിപ്പിൾ കംപ്ലൈൻസ് ആകാം. അപ്പോൾ ചിലപ്പോൾ ഒരു ലീക്ക് തന്നെ ഒരു 3-4 പേര് വിളിച്ച് പറയുകയാണ്. സോ അതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് ഒറ്റ IR തന്നെ കൊണ്ടുവരാം. അതും കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നമ്മളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഇത് ഒരു IR എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു IR എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, സോ ഇനി ഇതിന്റെ ഒരു ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീനിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവാണ്.
ഓക്കെ. സോ ഇതില് സ്ക്രീൻ കാണാൻ ഇത് നമ്മുടെ വെബ്സൈറ്റിലെ ഡേറ്റയാണ്. വെബ്സൈറ്റിൽ നമ്മുടെ പബ്ലിക്കിന് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഡേറ്റയാണ്. സോ ഇതില് എന്താണ് നമ്മുടെ GIS-ൽ നമ്മുടെ എത്ര IR-കൾ ഉണ്ടെന്നും എത്ര ക്ലോസ്ഡ് IR-കൾ ഉണ്ട്, ഈ ആഴ്ച എത്ര എണ്ണം ക്ലോസ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇതിലിപ്പോൾ നിലവിൽ പാറ്റൂർ സെക്ഷന്റെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പാറ്റൂർ സെക്ഷനിൽ മാത്രമേ ഇതിൽ എന്താണ് ഇപ്പോ ഈ ആപ്പ് റൺ ചെയ്യുന്നുള്ളൂ. സോ നിലവിൽ ഇത് പാറ്റൂർ സെക്ഷനിൽ മാത്രമേ കാണാൻ സാധിക്കൂ. പാറ്റൂർ സെക്ഷന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. സോ ഇത് ഒരു പാറ്റൂരിൽ ഇപ്പോൾ 100 കാണിക്കുന്നതാണ്. ബാക്കിയുള്ളത് വരുമ്പോൾ ഇതിന്റെ ചാർട്ടും എല്ലാം മാറുന്നതാണ്. സോ ഇത് ഒരു സെക്കൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്തത്. ഓക്കെ. സോ ഇവിടെ ഇത് മാപ്പിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ. സോ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സോ നമുക്കിവിടെ ഈ ഏറ്റവും കേരളത്തിന്റെ ഒരു മാപ്പ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡിസ്ട്രിക്റ്റ് എന്ത് വേണം ചെയ്യാം. സോ ഇതിൽ ഏറ്റവും മുകളിൽ നമുക്ക് ടോട്ടൽ ക്ലോസ്ഡ് കേസസ് ഉണ്ട്. ഇത് ആക്ച്വലി ട്രിവാൻഡ്രം എന്താണ് പാറ്റൂർ സെക്ഷന്റെ മാത്രമേ ഡീറ്റെയിൽസ് ഉള്ളൂ. ഇത് ഞാനൊന്ന് സൂം ഇൻ ചെയ്യാണ്. സോ ഇതാണ് നമ്മുടെ വ്യത്യസ്തമായ ലീക്കുകൾ പാറ്റൂർ സെക്ഷന്റെ കീഴിൽ ചെയ്ത എല്ലാ ലീക്കുകളും നമ്മളിവിടെ എന്താണ് നമുക്കിവിടെ കാണാൻ കഴിയും. സോ ഇതിൽ ഒരു പബ്ലിക് ഇതെടുത്തു. ഇതിന്റെ മുകളിൽ കഴ്സർ പോകുമ്പോൾ തന്നെ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫീൽഡ് ഓഫീസർ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ കഴിയും. ഇൻസിഡന്റ് നമ്പർ ഉണ്ട്, സെക്ഷൻ പാറ്റൂർ സെക്ഷന്റെ ഇതുണ്ട്, ഏത് സ്കീമാണ്, വർക്ക് ഏതാണ്, ക്ലോസ് ചെയ്ത ഡേറ്റ് ഉണ്ട്, കംപ്ലൈന്റ് ഡേറ്റ് ഉണ്ട്, ബാക്കിയുള്ള ഇതെല്ലാം ഉണ്ട്. അത് എന്താണ് പൈപ്പ് സൈസ്, എന്താണ് പൈപ്പ്, ലീക്ക് സ്റ്റാറ്റസ് ആണോ, ക്ലോസ്ഡ് ആണോ, കമ്പോണന്റ് നെയിം എല്ലാം നമുക്കുണ്ട്. ഓക്കെ. ഓക്കെ. സോ ഇതില് നമുക്കിപ്പോ 150 mm ലീക്കാണ്. സോ നമുക്കിപ്പം എന്താണ് രണ്ട് ഇതുണ്ട്, ക്ലോസ്ഡ് ഇമേജും ഉണ്ട്, ഓപ്പൺ ഇമേജും ഉണ്ട്. ഞാനിപ്പം ക്ലോസ്ഡ് ഇമേജ് നോക്കുമ്പോൾ നമ്മുടെ ലീക്ക് വർക്ക് നടന്ന സൈറ്റിലെ ഫോട്ടോയാണ്. അത് കഴിഞ്ഞ് ഓപ്പൺ ഇമേജ് നോക്കുമ്പോൾ നമ്മുടെ 150 mm കാസ്റ്റേന്റെ അവിടെ ഉള്ള ലീക്കാണ്. അപ്പോൾ അതിന്റെ ഇഷ്യൂസ് എന്താണ്, ആ ലീക്ക് സംബന്ധമായ സ്പെഷ്യൽസ് ഒന്നും അവിടെ വന്നിട്ടില്ല. ഓക്കെ, ഉള്ളത് കാണിച്ചു തരാം. ഓക്കെ. സോ ഇതൊരു 140 mm PVC-യുടെ ലീക്കാണ്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു സൈഡ് സോക്കറ്റഡും മറ്റേ സൈഡ് CR ആണ്. സോ ആ ഫോട്ടോയും ഉണ്ട്. പിന്നെ ക്ലോസ്ഡ് ഇത് വരുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ ടാഗ് ചെയ്തിട്ടുള്ള ഇതും എന്താണ് ഫോട്ടോസും അവിടെ വന്നിട്ടുണ്ട്. സോ എല്ലാ നമ്മുടെ ഈ ഓക്കെ, ഇതൊരു 110 mm PVC-യുടെ ലീക്കാണ്. നമ്മുടെ ക്ലോസ്ഡ് ഇമേജിൽ നമ്മുടെ ലൊക്കേഷനാണ് ഉള്ളത്. ഓപ്പൺ ഇമേജ് എടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ എന്താണ്, അത് ജസ്റ്റ് ഒരു സാഡിൽ, സർവീസ് സാഡിലിട്ട് ചെയ്ത ലീക്കാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് സോക്കറ്റ് ഇട്ട് CR യൂസ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ അപ്ലോഡ് ചെയ്ത ഫോട്ടോസിൽ നിന്ന് മനസ്സിലാകും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഈ മാപ്പ് നോക്കുമ്പോൾ അടുത്തടുത്തുള്ള പൈപ്പുകളിൽ ഇപ്പോൾ എന്താണ് ഒരേ പൈപ്പിൽ തന്നെ എന്താണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലീക്കേജസ് വരികയാണെങ്കിൽ നമുക്കത് എന്താണ് റീപ്ലേസ് ചെയ്ത എന്ന് നമുക്ക് അനുമാനിക്കാം. സോ പഴയ ചിലപ്പം GI അല്ലെങ്കിൽ എന്താണ് AC പൈപ്പുകളെല്ലാം നമുക്ക് കാലപ്പഴക്കം ചെന്നതെല്ലാം നമുക്കത് ക്ലോസ് ചെയ്യാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. സോ ഇത് ഞാനിപ്പം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. സോ ഇതാണ് നമ്മുടെ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്. അതായത് ഒരു ആപ്പ് വഴി നമ്മൾ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഡോക്കർ നമ്പർ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ അത് എന്താണ് ഇത് ക്ലോസ് ചെയ്യുന്നു, എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്നു, അതുവഴി
ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്കത് ക്ലോസ് ചെയ്യുന്ന ഇതെല്ലാം നമുക്ക് ഇതുവഴി കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പുമായിട്ട് ഇത്രയാണ് ഇതുള്ളത്. അക്കാലമിൽ രജിസ്റ്റർ ചെയ്യാത്ത കംപ്ലൈന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അക്വാലൂമിൽ രജിസ്റ്റർ ചെയ്യാത്ത കംപ്ലൈന്റ് ആണെങ്കിൽ സാർ നമുക്കൊരു ഡോക്കറ്റ് നമ്പർ ഇതിൽ വേണം. സോ രജിസ്റ്റർ ചെയ്യാത്ത കംപ്ലൈന്റ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഒരു 90% ഓഫ് ദ കംപ്ലൈൻസ് മാത്രമേ നമുക്ക് അക്വാലൂമിൽ രജിസ്റ്റർ ചെയ്ത് വരികയുള്ളൂ. ബാക്കിയുള്ള കംപ്ലൈൻസ് നമുക്ക് തന്നെ നമ്മുടെ ലോഗിനിൽ കയറിയിട്ട് ഒരു ഡോക്കറ്റ് നമ്പർ കിട്ടത്തക്ക, നമ്മൾ വിളിച്ച് പറയുന്ന ഒരാൾക്ക് ഒരു നമ്പർ കാണും. ആ നമ്പർ കൊടുത്ത് നമുക്കൊരു ഡോക്കറ്റ് നമ്പർ എന്താണ് രജിസ്റ്റർ കിട്ടാൻ സാധിക്കും. സോ ആ ഡോക്കറ്റ് നമ്പർ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിത് എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അക്കാലം ക്രിയേറ്റ് ചെയ്യണോ അതോ അല്ലാതെ നമ്മൾ ഡോക്കറ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്താൽ മതിയോ? അല്ല, അല്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല സാർ. നമ്മൾ അക്വാലൂമിൽ നിന്ന് നമ്മൾ ഡോക്കറ്റ് നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ അക്വാലൂമിൽ നിന്ന് അത് പിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും സെക്ഷനിൽ ചെയ്യണം. അതെ അതെ അതെ. ഇത് ഒരു സബ് ഡിവിഷനിൽ ഒരു വെഹിക്കിളും ഒരു ഏക്ക് ഒരു 6 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയും ഏരിയ കവറേജ് ഉള്ളിടത്ത് ഒരു 2 ഓവർസിയർ ആയിരിക്കും ഉണ്ടാവുക. ഇത് എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ പല ദൂരെയുള്ള പഞ്ചായത്തുകളിലും ഈ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്ക് ഈ ലൊക്കേഷൻ ടാഗിങ്ങും ഇതെല്ലാം പോസിബിൾ ആണോ? എല്ലാ സെക്ഷനും വെഹിക്കിൾ തരുമോ? മാഡം, അതായത് നമ്മുടെ എന്താണ് നമ്മൾ എല്ലായിടത്തും പോകണമെന്നതിൽ പറയുന്നില്ലല്ലോ. അസൈൻ ചെയ്യുന്ന ഫീൽഡ് ഓഫീസർ, അത് ആര് വേണോ ആകാം, അദ്ദേഹത്തിന് ലോഗിൻ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലോഗിൻ വഴി നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ ലോഗിൻ വഴി ആപ്പ് വഴി നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാം. ഇനി ആ ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള ഫോട്ടോ മാത്രമേ ആ ലൊക്കേഷനിൽ നിന്ന് എടുക്കണം എന്ന് പറയുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്താണ് ലൊക്കേഷനിൽ നിന്ന് എടുക്കണമെന്നില്ല. ബാക്കി എല്ലാ ഫോട്ടോസും ആരെങ്കിലും അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് എടുപ്പിച്ച് അയച്ചു കൊടുത്ത് ഗാലറിയിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ IR ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുന്നതിന് സമയപരിധിയില്ല. IR ചിലപ്പം നമ്മൾ എന്താണ് നവംബർ 10-നായിരിക്കും IR ഓപ്പൺ ആക്കുന്നത്. വർക്ക് അന്ന് തന്നെ കഴിഞ്ഞ് കാണും, അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് കഴിഞ്ഞ് കാണും. നമുക്ക് സമയം കിട്ടിയില്ല. നമുക്ക് ക്ലോസ് ചെയ്യാൻ നേരത്ത് എന്താണ് നമ്മൾ ചിലപ്പോൾ ഡിസംബർ 1-നായിരിക്കും അവിടെ ചെന്ന് അത് IR ക്ലോസ് ചെയ്യുന്നത്. അതിന് സമയപരിധി ഇല്ല. നമ്മുടെ ഷെഡ്യൂളിൽ ഐറ്റം ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഓടിയിട്ട ഐറ്റം ആണെങ്കിൽ അത് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? ഏതാണ്? അതിന് കുഴപ്പമില്ലല്ലോ. നമ്മൾ ഞാൻ ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ RCക്ക് ഒരു ഷെഡ്യൂൾ കാണുമല്ലോ. ഞാൻ ഈ ആഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എക്ക് ബില്ല് എഴുതാൻ നേരത്ത് ഇന്ന ഐറ്റം ഇത്ര നമ്പേഴ്സ് അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഹലോ, എങ്ങനെയാണെന്ന് പറയോ? ഏതാ? ഇലക്ട്രോ മെക്കാനിക്കൽ വർക്ക്. ആ, അത് പമ്പ് ഹൗസിലാണെങ്കിൽ നമ്മൾ പമ്പ് ഹൗസിൽ ആ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ മാത്രം എടുത്താൽ പോരെ? മതി. അതിലും ഇലക്ട്രോ മെക്കാനിക് കംപ്ലൈന്റ് നമുക്കൊരു IR ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതിനൊരു ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഡോക്കറ്റ് നമ്പർ കിട്ടും. അക്വാലൂമിൽ ഇലക്ട്രോ മെക്കാനിക്കൽ വർക്ക് എന്നുള്ള ഡോക്കറ്റ് നമ്പർ കിട്ടും. അത് വെച്ച് IR ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് കഴിയുമ്പോൾ ഉള്ള ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. നമ്മൾ ഇത് ശരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ പൈപ്പുകളിലെ ലീക്കും ആ ലീക്ക് എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് കിടക്കുന്ന പൈപ്പിലാണ് കൂടുതൽ ലീക്ക് വരുന്നത്, പിന്നെ അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യാനും, പിന്നെ നമ്മുടെ സ്പെഷ്യൽസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സ്പെഷ്യൽസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഏതാണ് RC ഇല്ലാത്ത കേസ് എന്താ ചെയ്യാ? നമ്മള് ഇഷ്യൂസ് എല്ലാം എങ്ങനെയാ കൊടുക്കുക? RC ഇല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു IR ക്രിയേറ്റ് ചെയ്ത ഒരു വർക്കില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ അത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ RC വർക്കുകളിൽ ഞാൻ അതാണ് പറഞ്ഞത്, RC വർക്കുകളിൽ ആ ഇഷ്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് IR ക്ലോസ് ചെയ്യാൻ സാധിക്കും. IR ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്
എന്താണ് നമുക്ക് ആ ലൊക്കേഷൻ ഫോട്ടോ മാത്രമേ മാൻഡേറ്ററി ആയിട്ടുള്ളൂ. ഈ RC അല്ലാത്ത വർക്കുകളിൽ നമുക്ക് ഇഷ്യൂസ് കൊടുക്കണമെന്നില്ല. ഇപ്പൊ എന്താണ്, ഒരു കൊട്ടേഷനിൽ ഒരു വർക്ക് ചെയ്തു, കൊട്ടേഷനിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്തതെന്നാണ് നമ്മൾ റാൻഡം ആയിട്ട് 1-2 ഐറ്റം ഇടും. അത് ഞാൻ പറഞ്ഞു, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എയ്ക്ക് മെഷർമെന്റ് എടുക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ IR ഇത്രയും ഐറ്റംസ് യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഇത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. കേസില്ലേ പബ്ലിക് ഡൊമൈനിൽ വരുന്നില്ലേ, അപ്പൊ ഇഷ്യൂസ് കാണിച്ചിട്ടില്ലെങ്കിൽ അത് റണ്ണിങ് കോൺട്രാക്ട് ആയാലും അല്ലെങ്കിലും അല്ല, പബ്ലിക് ഡൊമൈനിൽ ഇഷ്യൂസ് വരുന്നില്ലല്ലോ. അതിന്റെ പബ്ലിക് ഡൊമൈനിൽ എടുക്കുമ്പോഴേ അതിൽ ഏത് ടൈപ്പ് ഓഫ് ലീക്ക് ആണെന്നേ ഉള്ളൂ, അതിൽ എന്തൊക്കെ സാധനം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വരുന്നില്ല. ശർണ RC ആയാലും കൊട്ടേഷൻ ആയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, അതിന്റെ ഇഷ്യൂസ് നോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. RC കൊട്ടേഷൻ എന്നുള്ള വ്യത്യാസം നോക്കണ്ടേ, രണ്ടായാലും വർക്കാണ്, ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് നോക്കണ്ട. ഒന്നിലധികം കാസർഗോഡ് RC ഇല്ല, നമ്മൾ ആരെ കൊണ്ടുള്ളതായിട്ട് ചെയ്യിക്കലാണ് ചെയ്യുന്നത് സാറേ. അതുപോലെ തന്നെ ഓവർസിയറെല്ലാം ജലജീവ മിഷന്റെ വർക്കിലും ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യല് സാറേ ഈ ഫോട്ടോ എടുക്കൽ? നിലവിലുള്ള സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റും സാറേ? അല്ല, നമ്മള് ഒരു കാര്യം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിന്റെ കൂടെ തൽക്കാലം ഇതിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ മാത്രമല്ലേ പറയുന്നുള്ളൂ. നമ്മൾ എന്തായാലും ലീക്ക് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ശരിയാവത്തില്ല, അത് ഭാവിയിൽ പുറകെ വരും. ഇതൊരു ആപ്പാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഒരു കാര്യം കൂടെ, കാരണം ഈ ആപ്പ് തുടങ്ങിയപ്പോ, അതായത് ലോഞ്ച് ചെയ്തപ്പോ, ഈ ക്ലോസ് ചെയ്യുന്ന ഫോട്ടോ നിർബന്ധമായിട്ടും ട്രെഞ്ച് ഓപ്പൺ ചെയ്ത് അതിൽ സ്പെഷ്യൽസ് കാണത്തക്ക രീതിയിൽ തന്നെ വേണമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ നമുക്കത് പ്രാക്ടിക്കലി ഇതാകാത്തത് കൊണ്ട് സ്പെഷ്യൽസ് വരുന്ന ഫോട്ടോ ഒരെണ്ണമെങ്കിലും അപ്ലോഡ് ചെയ്താൽ മതി, ക്ലോസ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ മാത്രം മതി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുകയുണ്ടായി. അതായത് ഓപ്പൺ ചെയ്ത IR നമുക്ക് ക്ലോസ് ചെയ്യാൻ ടൈം ലിമിറ്റ് ഇല്ല. നമുക്ക് ഇന്ന് തിരക്കാണെങ്കിൽ നാളെ എങ്ങാനും അതുവഴി പോകുമ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് IR ക്ലോസ് ചെയ്യാൻ സാധിക്കും. അത്രേ ഉള്ളൂ. അതിപ്പോ എല്ലായിടത്തും തിരക്കാണ്, അപ്പൊ നമ്മൾ സമയം കണ്ടെത്തി, കാരണം ഇതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവരിലേക്കും കൊണ്ടുവരുന്നു. മാത്രമല്ല നമുക്ക് ഇതിന്റെ എല്ലാം ഡേറ്റ നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഹലോ, ഒന്നിലധികം ഡോക്കറ്റുകളെ നമുക്ക് ഒരു IR നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ? അയ്യോ, പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാണ് എന്റെ മൊബൈലിന്റെ. ഓക്കെ, സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആപ്പ് എടുത്തു. ആപ്പില് നമ്മൾ ക്രിയേറ്റ് ന്യൂ IR കൊടുത്തു. ഓക്കെ, സോ നമുക്കിപ്പം ഒരു ലീക്ക് തന്നെ ഒരു 4-5 പേര് വിളിച്ച് പറഞ്ഞു. സോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഓക്കെ, കോൺട്രാക്ടർ ആഡ് ചെയ്തു. കംപ്ലൈന്റ് നമ്പർ ഞാൻ എന്താണ് നമ്മളിപ്പോൾ എടുത്തതെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ എന്താണ് തൊട്ട് മുമ്പ് ചെയ്ത ഡോക്കറ്റ് നമ്പർ 447265 ആണെന്ന് തോന്നുന്നു, 447265. സോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഫെച്ച് ചെയ്യാൻ നോക്കും, എന്നിട്ട് ഇൻവാലിഡ് കംപ്ലൈന്റ് എന്ന് കാണിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ക്ലോസ് ചെയ്ത ഡോക്കറ്റ് നമ്പർ ആണ്. അതുകൊണ്ട് ഞാൻ വേറൊരു ഇത് കൊടുക്കുകയാണ്. ഇപ്പോ ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. ഓക്കെ, സോ ഇതിപ്പം 4467. ഓക്കെ, സോ ഞാനിത് എന്താണ് ഇന്ന് വന്ന ഒരു
ഡോക്കർ നമ്പറാണ്, അത് കൊടുത്തു. സോ അത് കൊടുത്തതിന് ശേഷം അത് ഫെച്ച് ചെയ്തെടുത്തു. നമുക്കിത് മാറ്റിയിട്ട് ഇനി വേറൊരെണ്ണം കൊടുക്കുകയാണ് 4468. ഇത് ഞാൻ അപ്ലോഡ് കൊടുത്തപ്പോൾ അത് രണ്ടും എന്താണ്, അത് ഫെച്ച് ചെയ്തെടുത്തു. സോ നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ നമ്പേഴ്സ് ഓഫ് ഇതിൽ നമുക്കിത് ആഡ് ചെയ്യാം. ഒന്നുകൂടെ ആഡ് ചെയ്യാം. 447264. സോ അത് മൂന്നും ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്, നമുക്കിത് കാണാം. സോ അത് വെച്ചിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് നേരത്തെ ഉള്ളതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാം. വേറൊരു ഡൗട്ട്, ഈ ജിയോ കോർഡിനേറ്റ്സ് ഈ ക്ലോസിംഗിന്റെ ടൈമിൽ മാത്രമേ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ? അതെ സാർ. അല്ല, ഞാനിപ്പോ ലീക്ക് നമ്മൾ IR ഇട്ട ദിവസം ആ ലൊക്കേഷൻ നമുക്ക് ടാഗ് ചെയ്തിട്ട് പിന്നീട് ക്ലോസ് ചെയ്യുന്ന നേരത്തെ ഫോട്ടോ ഇട്ടാൽ മതി, ലൊക്കേഷൻ മാറുന്നില്ലല്ലോ. അതെപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്തുകൂടെ? അങ്ങനെ ഒരു പ്രൊവിഷൻ പറ്റുന്നല്ലേ നല്ലത്? അല്ല, അങ്ങനെയല്ല. ക്ലോസ് ചെയ്യുമ്പോഴാണല്ലോ, അല്ലെങ്കിലേ എപ്പോഴെങ്കിലും ചെന്ന് ഇതില്ല. അത് നമ്മുടെ ആപ്പ് ഞാൻ പറഞ്ഞില്ലേ, അത് ആപ്പ് ഡെവലപ്പ് ചെയ്ത ഇതിൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ ഇത് ആപ്പ് റൺ ചെയ്ത് ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് പോവാണ്. നമ്മൾ കഴിഞ്ഞ 3 മാസമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോവാണ്. സോ ഇതിന്റെ ജിയോ ടാഗ് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് ടാഗ് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ പോയി എടുക്കണമെന്നേ ഉള്ളൂ. ക്ലോസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് അവിടെ പോയി എടുക്കണമെന്നുള്ളൊരു ഓപ്ഷൻ ആണ് കൊണ്ടുവന്നത്. കാരണം ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആ ആപ്പ് ഡെവലപ്പിങ്ങിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, നമ്മളിത് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ ആപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് വരുന്നത്. സോ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ ട്രെഞ്ച് ഓപ്പൺ ചെയ്തിട്ട് എല്ലാ സ്പെഷ്യൽസും കാണത്തക്ക രീതിയിൽ തന്നെ വേണമെന്ന് അവർ പറഞ്ഞതാ. പിന്നെ എന്താണ്, ഫർദർ യൂസ് ചെയ്തപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി മനസ്സിലായി. പിന്നെയാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. ഈ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം നമുക്ക് ചിലപ്പോൾ കോർഡിനേറ്റ്സ് അങ്ങനെയില്ല സാർ. കാരണം നെറ്റ്വർക്ക് ആയിട്ടും നമ്മുടെ GPS-ഉമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമ്മുടെ GPS നമ്മളിപ്പോ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ സൈറ്റിലെത്തി ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇത് എന്താണ് ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് നെറ്റ്വർക്ക് വരുമ്പോൾ ഇത് തന്നെ അത് ഫെച്ച് ചെയ്തെടുത്തോളും. അതായത് നമ്മളിപ്പം നെറ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്താണെങ്കിലും നമ്മുടെ ജിയോ അല്ലെങ്കിൽ GPS അത് പിക്ക് ചെയ്തെടുത്തോളും. അത് കഴിഞ്ഞിട്ട് നമ്മളെ നെറ്റ്വർക്ക് വരുമ്പോൾ അത് തന്നെ, കാരണം ഇതൊരു ആപ്പ് അല്ല, ഇത് നെറ്റുമായിട്ട് ആക്ച്വലി ലിങ്ക്ഡ് അല്ല. ആ ഒരു സമയത്ത് മാത്രമേ ലിങ്ക്ഡ് ആവുന്നുള്ളൂ. നമ്മൾ തന്നെ ലിങ്ക് ആയിക്കോളും ഫോട്ടോസ്. അങ്ങനെയാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയത്. അല്ല, FSTC നമ്മൾ ടാഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഈ ലൊക്കേഷൻ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെയും വരാൻ സാധ്യതയില്ലേ എന്നുള്ളതാ. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല സാർ. കാരണം ഞാൻ ഒന്ന് പറഞ്ഞോണ്ട്, ഇതിപ്പം ഒരു ചെറിയൊരു സെക്ഷനിലാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. നിലവിൽ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരെണ്ണം അനുഭവപ്പെട്ടിട്ടില്ല. ഐ മീൻ ഇതൊരു ഫർദർ ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇങ്ങനെ വരുന്നത്. ആസ് ഓഫ് നൗ ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഒരു ഡൗട്ടും കൂടെ. ഈ ഒരിക്കൽ ക്ലോസ് ആയ ഒരു IR നമുക്ക് പിന്നീട് അത് തീർന്നിട്ടില്ല. ഉദാഹരണം, നമ്മൾ CIR-ഓ CID-യോ മുറുക്കിയോ ശരിയായില്ല, പിന്നീട് അവിടെ നിന്ന് ലീക്ക് ഫോം ചെയ്തു. അപ്പോൾ നമുക്കത് പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അത് പിന്നെ ഓപ്പൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും സാർ? അത് നമ്മളൊരു ഇപ്പൊ ഒരു RC അത് ചെയ്തു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ലയബിലിറ്റി ആണ്. ഇത്ര ദിവസം വരെ അല്ലെങ്കിൽ ഇത്ര മാസം വരെ ഹി ഈസ് റെസ്പോൺസിബിൾ ടു ഡു ദാറ്റ് പെർട്ടിക്കുലർ ലീക്ക്. സെയിം ലീക്ക് ആണെങ്കിൽ, വേറൊരു ലീക്ക് ആണെങ്കിൽ നമുക്ക് വേറെ ഡോക്കർ നമ്പർ ഉണ്ട്. അതേ ലീക്ക് ഇപ്പൊ CR മുറിക്കിയത് ശരിയല്ലെങ്കിൽ, അതാണ് സാറേ. അതായത് പുള്ളിയുടെ എന്താണ്, പുള്ളിയുടെ ലയബിലിറ്റി ആയിട്ടല്ലേ അത് വരുന്നത്. കാരണം പുള്ളി ഒരു ലീക്ക് പുള്ളി ചെയ്തു കഴിഞ്ഞു, അവിടെ തന്നെ വീണ്ടും ലീക്ക് ചെയ്യുകയാണെങ്കിൽ പറയുന്ന കാര്യം പറഞ്ഞുതരാം. കാരണം ഇദ്ദേഹം അത് 2 ലീക്കായിട്ട് ക്ലെയിം ചെയ്യില്ലേ എന്നുള്ളതാണ്. ഇതിപ്പോ അത് തന്നെ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തേ, ആകെ ഒരു ലീക്കേ ഉള്ളൂ എന്ന് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടിയേ. ഇപ്പൊ നമ്മളിപ്പോ IR ക്ലോസ് ചെയ്ത് കഴിഞ്ഞില്ലേ, IR ക്ലോസ് ചെയ്ത് കഴിഞ്ഞില്ലേ സാർ? അപ്പൊ അത് ഒറ്റ ലീക്കല്ലേ ഉള്ളൂ. അത് തന്നെ IR നമ്മൾ ക്ലോസ് ചെയ്തു. അല്ല, എന്റെ ഒരു ഡൗട്ടാണ്. IR നമ്മൾ ക്ലോസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് ഫെയിൽ ആയത്. ആദ്യം ചെയ്ത് ശരിയായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴും നമ്മൾ വീണ്ടും ഡോക്കറ്റ് ഇട്ട് വേറൊരു IR ക്രിയേറ്റ് ചെയ്ത് അത് ക്ലോസ് ചെയ്തു. അപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ സാർ. ഇത് ഓൾറെഡി ഒരു ചെയ്ത ലീക്ക് തന്നെയല്ലേ വീണ്ടും പുള്ളിയുടെ. അല്ല, ഞാൻ പറയുന്നത് അതായത് നാട്ടുകാർ കംപ്ലൈന്റ് ചെയ്ത് ഡോക്കറ്റ് ക്രിയേറ്റ് ആയി. നമ്മളല്ലാതെ നാട്ടുകാർ കംപ്ലൈന്റ് ചെയ്ത് ഡോക്കറ്റ് ക്രിയേറ്റ് ആയി പോയി. അപ്പൊ നമുക്ക് അത് അഡ്രസ് ചെയ്യണമല്ലോ.
അപ്പൊ വേറൊരു സാർ IR അതാണ് വെച്ച് സാർ. നമുക്ക് അത് ക്ലോസ് സാർ ചെയ്യണമെങ്കിൽ അതാണ് അപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഞാൻ ആ പറഞ്ഞോട്ടെ സാർ. അതായത് നമ്മുടെ ഈ അല്ലെങ്കിൽ ഈ ആപ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ലീക്ക് ചെയ്യുന്നു, അതിനൊരു IR ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്കതറിയാം ഈ അക്വാലൂമിൽ വരുന്നത് നമ്മൾ തീരുമാനിക്കുകയാണ് ഇത് പിക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ ആവശ്യകത ഇല്ല സാർ. കാരണം പുള്ളിയെ കൊണ്ട് അത് ചെയ്തതിന് ശേഷം അക്വാലൂമിൽ നമുക്ക് അല്ലാതെ ക്ലോസ് ചെയ്യാമല്ലോ. അത് പഴയത് തന്നെ നമ്മൾ റെക്ടിഫൈ ചെയ്തതിന് ശേഷം അല്ല അക്വാലൂമിൽ റെക്ടിഫൈ ചെയ്യാമല്ലോ. ഇതൊരു മെഷർമെന്റിലോട്ട് പോകുന്നുണ്ടെങ്കിലല്ലേ ആ ഇഷ്യൂ വരുന്നുള്ളൂ. മെഷർമെന്റ് ഇടാതിരുന്നാൽ മതിയല്ലോ, അതെ നമുക്ക് രക്ഷയില്ല. മെഷർമെന്റ് ഇടണ്ട. അല്ല ഓക്കെ ഞാൻ വിചാരിച്ചപ്പോ 2 IR വരും, അപ്പൊ അയാൾ പിന്നീട് ക്ലെയിം ചെയ്യുന്ന ഞാൻ 2 അല്ല, തവണ ഇത് ചെയ്തു മെഷർ ഡയറക്റ്റ് ചെയ്തില്ല എന്നൊക്കെ മെഷർമെന്റിലോട്ട് ആർഗ്യുമെന്റ് പോകുന്നില്ല. പോകും. ആ ഓക്കെ ഡയറക്റ്റ് മെഷർമെന്റിലോട്ട് പോകുന്നില്ല. DLP-യിൽ ചെയ്യാനായിട്ട് കോൺട്രാക്ടർ ബാധ്യസ്ഥരാണ്. അതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ എന്താണ് ഡിസിഷൻസിൽ പെടുന്നതാണ്. ഓക്കെ സാർ. സാർ ഈ എഗ്രിമെന്റ് നമ്പർ വെക്കുമല്ലോ നമ്മൾ IR ക്രിയേറ്റ് ചെയ്യുമ്പോ, അപ്പൊ നമ്മൾ കൊട്ടേഷൻ AMC ഇല്ലാത്ത കേസിൽ കൊട്ടേഷൻ വർക്ക് ആണെങ്കിൽ അതില് ആ എഗ്രിമെന്റ് നമ്പർ ഞാൻ പറഞ്ഞില്ല, അത് വെറുതെ കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എഗ്രിമെന്റ് ഞാൻ പറഞ്ഞതുപോലെ എഗ്രിമെന്റ് നമ്പർ ഒന്നും നമുക്ക് ഇത് നമ്മൾ അറിയാറില്ലല്ലോ. അപ്പോ നമുക്ക് ഈ RC വർക്കുകളിലൊക്കെ അറിയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ള എന്താണ് ഇതിൽ അഗ്രിമെന്റ് നമ്പർ വെക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. നമുക്ക് ഇതിൽ വേണ്ടത് മറ്റേ നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് ആണ് അവിടെ ഇമ്പോർട്ടന്റ്. അത് മാൻഡേറ്ററി അല്ല. നിലവിൽ അത് മാൻഡേറ്ററി അല്ലല്ലോ. അല്ല, കൊട്ടേഷൻ വർക്ക് ആണെങ്കിൽ ആ കൊട്ടേഷന്റെ നമ്പർ വെച്ചാലും മതിയല്ലോ സാർ, അങ്ങനെ പോരെ? അല്ല, നിലവിൽ ഇത് അഗ്രിമെന്റ് മാൻഡേറ്ററി ആക്കാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയണ്ട. അത് എല്ലായിടത്തും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മാൻഡേറ്ററി ആക്കാത്തത്. ഹലോ സാർ. ഹലോ. അക്വാലൂം അല്ല, IR ക്ലോസ് ചെയ്യുമ്പോഴാണ് അക്വാലൂമിലെ കംപ്ലൈന്റ് ഓട്ടോമാറ്റിക്കലി റെക്ടിഫൈ ആവുക, അതോ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന അല്ല, പോലെ? അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അറ്റ് പ്രസന്റ് നമ്മൾ മാനുവൽ ആയിട്ട് അക്വാലൂമിൽ മുന്നേ ചെയ്തതുപോലെ തന്നെ റെക്ടിഫൈ ചെയ്യുക. ഇത് എന്താണ് നമ്മളെ ഓൾ കേരള റോൾ ഔട്ട് ആയതിനു ശേഷം ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലക്രമേണ നമ്മൾ IR ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഡോക്കറ്റ് നമ്പർ എല്ലാം അക്വാലൂമിലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്ടിഫൈ ആയി പോകാനുള്ളത് ഉടനെ തന്നെ വരുന്നതാണ്. അറ്റ് പ്രസന്റ് അതില്ല. ഹലോ സാർ, നമ്മൾ കുറെ IR ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഈ പഴയ IR എങ്ങനെ സാർ സെലക്ട് ചെയ്തെടുക്കുന്ന ആ ഓപ്ഷൻ? അത് ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ, അത് ഞാൻ വിട്ടുപോയി. സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. കാണാമല്ലോ അല്ലേ സ്ക്രീന്? ഓക്കെ. സോ നമ്മുടെ വെബിൽ ചെന്നിട്ട് നമ്മൾ IR എടുത്തു. സോ IR എടുത്തപ്പോ നമ്മളിപ്പോ ടെസ്റ്റ് വർക്ക് AMC എന്ന് പറയുന്ന ഒരു വർക്കിൽ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്തതാണ്. അത് കൂടാതെ ഒരുപാട് IR-കൾ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇതില് ഇപ്പം പുതിയൊരു ടാബ് കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ റൈറ്റ് എൻഡിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരെണ്ണം. റൈറ്റ് എൻഡിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരെണ്ണം കണ്ടോ? അതില് ഗ്രീൻ ഒരു ഫോൾഡറിന്റെ ഐക്കണാണ്. ഒരു ഗ്രീൻ ഇതും കാണാം, ഒരു റെഡും കാണാം. ഇതിൽ ഗ്രീൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ഈ റെഡ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ, തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഫോൾഡറിന്റെ രൂപമാണ്. സോ ഇത് ഓപ്പൺ IR ആണ്. സോ ആ ഓപ്പൺ IR എല്ലാം നമ്മൾ എന്താണ് ഇപ്പോ പുതിയതായിട്ട് നമ്മുടെ സെക്ഷനിൽ നിന്ന് തന്നെ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. നമുക്കിത് മുന്നേ ഇത് അറിയാൻ കഴിയില്ലായിരുന്നു ഏതാണ് ഓപ്പൺ ഏതാണ് ക്ലോസ് എന്ന്. സോ നിലവില് ഇപ്പോ നമ്മുടെ ലോഗിനിൽ കയറുമ്പോൾ, എയുടെ ലോഗിനിൽ കയറുമ്പോൾ നമ്മുടെ ഇട്ട IR-കളും IR-ന്റെ സ്റ്റാറ്റസും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ ക്ലോസ്ഡ് IR-ഉം ഓപ്പൺ IR റെഡ് കളറിലാണ് ഒരു തുറന്നു വെച്ചിരിക്കുന്നത്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫോൾഡറിന്റെ ഐക്കണാണ് ഇവിടെ കാണുന്നത്. മറ്റേത് ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ സാർ. സാറേ, പിന്നെ നമ്മൾ സൈറ്റിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നു പറയുന്നില്ലേ സാർ? അപ്പം നമ്മൾ ക്ലോസ് ചെയ്യാത്ത IR ഉണ്ടല്ലോ. അപ്പൊ ഫോണിൽ ചെന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പൊ 2-3 സൈറ്റിൽ തുടർച്ചയായിട്ട് പോയിട്ട് ക്ലോസ് ചെയ്യേണ്ട ഫോട്ടോ എടുക്കുവാണെങ്കിൽ അതെങ്ങനെ ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു? മനസ്സിലായി, ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം. സാർ, ഇപ്പൊ നമ്മള് 2-3 സൈറ്റിൽ പോവാണ്. നമുക്ക് ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് ലാസ്റ്റ് ഉള്ള ഫോട്ടോ, ക്ലോസ് ചെയ്യുന്ന ഫോട്ടോ ഇല്ലേ സാർ, അത് നമുക്ക് എടുത്തതിന് ശേഷം ഫോട്ടോ എടുത്ത് ക്ലോസ് ചെയ്യണം. ഫോണിൽ ഫോട്ടോ എടുത്ത് സൈറ്റിൽ നിന്നിട്ട് ലാസ്റ്റ് ഫോട്ടോ. അപ്പോ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഇപ്പൊ നമ്മളെ പഴയ ആ ഒരു നമ്മുടെ മനസ്സിൽ നമുക്ക് അറിയാമല്ലോ, ഇന്നടുത്ത് പോയിട്ട് നമ്മള്
അതെങ്ങനെ അങ്ങനെ മൂന്നിടത്ത് ഇപ്പൊ 3 സൈറ്റ് ഉണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫോണിൽ ലാസ്റ്റ് ഫോട്ടോയാണ് എടുക്കേണ്ടത്. അതെ. അപ്പൊ അതെങ്ങനെ സെലക്ട് ചെയ്തെടുക്കും സാർ ഫോൺ? അല്ല, അതില് നമുക്കിപ്പോഴേ ഇപ്പൊ ഒരു 3 ലീക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ 3 എന്താണ് ഇപ്പോ ആ 3 ലീക്കും തമ്മിൽ ഏതാണ്ട് ഒരു എന്താണ് നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ ലോഗിനിൽ കയറുമ്പോൾ നമുക്ക് എന്താണ് വ്യത്യസ്തമായ 3 IR ഉണ്ടെന്ന് വിചാരിക്കുക. ഓപ്പൺ IR 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തുന്നു, ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തുന്നു, ആ വർക്ക് കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി അതിന്റെ ബാക്കിയുള്ള ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ IR തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം സാർ അത് ഫോണിലൊന്ന് അത് ആ IR എങ്ങനെ എവിടുന്ന് സെലക്ട് ചെയ്യും എന്നുള്ളതേ സാർ. ഫോണിലൊന്ന് ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇതിൽ കയറാം. സോ നമ്മളെ ആപ്പിൽ കാണാലോ അല്ലേ? സോ ആപ്പിൽ കയറുമ്പോൾ നിലവിൽ നമ്മുടെ ഈ ഫീൽഡ് ഓഫീസറിന് ഇത്ര ഡീറ്റെയിൽസേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ഞാനൊരു എൻ്റെ ഒരു ഓവർസിയറിന്റെ ഇതിൽ കയറുകയാണ്. ഓക്കെ, സോ ഇതില് നമ്മുടെ ഓവർസിയറിന്റെ ലോഗിനിൽ കയറുമ്പോൾ നമുക്ക് ഇൻസിഡന്റ് റിപ്പോർട്ട്സും ഓപ്പൺ IRും ക്ലോസ്ഡ് IRും ഉണ്ട്. ഞാൻ ഓപ്പൺ IR ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഓപ്പൺ IR ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എത്രയൊക്കെയാണെന്ന്. ഓക്കെ, സോ അതുവഴി നമുക്ക് കയറി കാണാമോ സ്ക്രീന്? നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ളതെല്ലാം നമുക്ക് കയറി ക്ലോസ് ചെയ്തതാണെങ്കിൽ അവിടെ ചെന്ന് നിന്ന് ക്ലോസ് ചെയ്യാം. അതിലെല്ലാം നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കാണും. ഇപ്പം ഫസ്റ്റ് വൺ എടുത്താൽ അതിന്റെ ലാൻഡ്മാർക്ക് കണ്ണാന്തുറ ചർച്ചാണ്, തൊട്ട് താഴെ വെട്ടുകാട്, പിന്നെ അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ അതിൽ നിന്ന് വരുന്ന ഏതാണ് അക്വാലൂമിൽ നിന്ന് വരുന്ന അത് വെച്ചിട്ട് നമുക്കിത് എടുക്കാം. ഓക്കെ, അനൂപെ സംശയം ചോദിച്ചതേ, ഫോട്ടോയിൽ എടുത്ത ഫോണിൽ എടുത്ത ഫോട്ടോ ഇതിലോട്ട് എങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കാന്നാണ് ചോദിച്ചത്. അതൊന്ന് കാണിച്ചത്. ഫോട്ടോ നമ്മുടെ ഗാലറി കിടക്കുന്നതിന് ഇതിനകത്തോട്ട് എങ്ങനെ എടുക്കാന്നാണ് ചോദിച്ചത്. ശരി സാർ. ഓക്കെ, മനസ്സിലായി. ഞാൻ അപ്പം അതിൽ കയറണം, വേറെ ഒന്നിൽ കയറാം. കഴിവതും മൊബൈലിൽ ഫോട്ടോസ് സേവ് ചെയ്യുമ്പോൾ ഈ ഡേറ്റ് വെച്ചോ IR സ്ഥലം വെച്ചോ പേര് കൊടുത്ത് സേവ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ക്ലോസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുന്നതാണ് ചോദിച്ചത്. ക്ലോസ് ചെയ്യുമ്പോൾ ഗാലറിയിലുള്ള ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അത് ലൊക്കേഷനിൽ പോയിട്ട് തന്നെ എടുക്കണം. അത് ലൊക്കേഷനിൽ പോയിട്ട് തന്നെ എടുക്കണം ക്ലോസ് ചെയ്യുന്ന സമയത്ത്. അതല്ലേ ചോദിച്ചത്? അതെ സർ, ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോ അപ്പൊ അവിടെ ചെന്ന് എടുക്കണമല്ലോ മൊബൈലില്. IR ഓപ്പൺ ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ, അങ്ങനെയല്ലേ? അതെ. അതെങ്ങനെയാണ്? എന്നിട്ട് ഫോട്ടോ എടുക്കുക. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഞാനൊരു ഡോക്കർ നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓക്കെ, ഞാനൊരു ഡോക്കർ നമ്പർ ക്രിയേറ്റ് ചെയ്യായിരുന്നേ. കാരണം ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ക്ലോസ് ചെയ്തുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പുതിയ ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തു. 42795. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്തു. എന്താണ്, ഞാനത് സബ്മിറ്റ് ചെയ്തു. IR ക്രിയേറ്റ് ആയി. ഓക്കെ, സോ IR ക്രിയേറ്റ് ആയി. അവിടെ IR നമ്പർ വന്ന് കിടക്കുകയാണ്. ഓക്കെ, സോ എന്നിട്ട് ഞാൻ എൻ്റെ ആപ്പ് ക്ലോസ് ചെയ്തു. ഞാൻ ആ സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തില്ല. അതായത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കാതെ ആപ്പ് ക്ലോസ് ചെയ്തു. ഇനി വേറൊരു സമയത്ത് എന്താണ്, നമ്മൾ വേറെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സൈറ്റിൽ പോയി, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിച്ചു, ഓക്കെ ഫോട്ടോ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ആപ്പ് അങ്ങ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ലോഗിനിലാണ്. നമ്മുടെ ലോഗിനിൽ ഓൾറെഡി ആണെങ്കിൽ നമ്മുടെ ലോഗിൻ പേര് തന്നെ കാണിക്കും, വെൽക്കം എന്ന പേര്. നിലവിൽ ഇവിടെ ഫീൽഡ് ഓഫീസറാണ്. അവിടെ കയറിയിട്ട് നമുക്ക് ഇപ്പോൾ 2 IR ഉണ്ട്. ഒരെണ്ണം ഓപ്പൺ ആണ്, ഒരെണ്ണം നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്തു. ആ ഓപ്പൺ IRൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്പൺ IR ഉണ്ട്. എനിക്ക് വേറെ IRകൾ ഇവിടെ കാണും. അപ്പോൾ ഈ ഒരു IR ആണ് ഇപ്പോൾ നിലവിൽ എനിക്കുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ നമ്മുടെ നേരത്തെ ഉള്ള അതേ എന്താണ് പേജ് ഓപ്പൺ ആയി. ഇവിടെ ആഡ് ഫോട്ടോ, ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ചോദിക്കും. ഈ ഫോട്ടോസ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആഡ് ചെയ്യുന്നത്. എത്ര ഫോട്ടോസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. സോ ഇവിടെ ക്യാമറയാണോ ഗാലറി ആണോ, ഗാലറി ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഗാലറിയിലേക്ക് പോവുകയാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ, ഒരു ലീക്കിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് സെലക്ട് ചെയ്തു. അത് നമ്മൾ കൊടുത്തു. നമ്മളിപ്പോൾ ഒന്നിലധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആഡ് ഫോട്ടോ കൊടുത്തു, ഗാലറി കൊടുത്തു. അടുത്തൊരു ഫോട്ടോ ആഡ് ചെയ്തു, കൊടുത്തു. ഓക്കെ, സോ ഇതിൽ ഈ ഫോട്ടോസിൽ നമ്മൾ ടൈം സ്റ്റാമ്പ് ക്യാമറയിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിലെടുക്കുന്ന ഫോട്ടോ ഇൻ ബിറ്റ്വീൻ ഏതാണ് നമ്മുടെ അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ സംഭവിക്കുന്ന എന്താണ് ഇതിനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു കാലത്ത് ഇത് ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പബ്ലിക് ഡൊമൈനിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇത് ആരാണ് എടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം മൊത്തം അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് സോ ഇത് ചെയ്യാം. ഇനി സൈറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ആഡ് ഫോട്ടോ കൊടുക്കുക, ഗാലറി കൊടുക്കുക, ക്യാമറ കൊടുക്കുക, സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് ഫോട്ടോസ് ആഡ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും ആപ്പ് ക്ലോസ് ചെയ്തു. എന്താണ് 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സാർ മനസ്സിലായി സാർ. സാർ ഇലക്ട്രോ മെക്കാനിക്കൽ വർക്ക് ആണെങ്കിൽ എത്ര ഫോട്ടോ ആഡ് ചെയ്യണം? ഫോട്ടോസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു പമ്പ് അല്ലെങ്കിൽ ഒരു മോട്ടറിന്റെ വൈൻഡിങ് പോയതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വൈൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ അത് ഇൻ ബിറ്റ്വീൻ ചെയ്യാം, വൈൻഡിങ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ ലൊക്കേഷൻ ഉണ്ടല്ലോ, അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലീക്ക് വർക്കിനാണ് ഇത് മാൻഡേറ്ററി ആയിട്ടുള്ളത്. ബാക്കിയുള്ളതിൽ ഇത് ലാസ്റ്റ് സ്കെയിലിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ ലൊക്കേഷൻ ഇതൊക്കെ അത് ഈ ഇലക്ട്രോ മെക്കാനിക് അത് ആ ഓപ്ഷൻ അവർ എനേബിൾ ഇപ്പം ചെയ്തിട്ടില്ല. ഇപ്പൊ നിലവിൽ എല്ലായിടത്തും ലൊക്കേഷൻ ബേസ്ഡ് ഫോട്ടോസ് ആണ് വേണ്ടത്. അത് ലാസ്റ്റ് സ്കെയിലിൽ വരുമ്പോൾ അതിന്റെ ഒരു എന്താണ് ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഇതാണ് അത്. കാരണം അത് ലാസ്റ്റ് സ്കെയിലിൽ വരുമ്പോഴേ നമ്മുടെ IT യൂണിറ്റിന് അല്ലെങ്കിൽ ഇതിന് എന്താണ് ഇത് ആക്ച്വലി നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ONM സോഫ്റ്റ്വെയറും മാർച്ചും
നമ്മുടെ ONDM-ഉം മാർച്ചും ഒക്കെ ചെയ്തിരിക്കുന്ന മറ്റേ പാസ്കും എല്ലാം ചെയ്യുന്ന ഒറിഗാമി സോഫ്റ്റ്വെയർസ് ആണ്. സോ അവര് അതിൽ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവര് ഒരുപാട് റീവർക്കുകൾ, അപ്പം കേരള ഓൾ കേരള റോൾ ഔട്ട് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു എന്താണ് ഒരു വാസ്റ്റ് അല്ലെങ്കിൽ ലാർജ് സ്കെയിലുള്ള ഇഷ്യൂസ് ഇലക്ട്രോ മെക്കാനിക്കലും നിങ്ങൾ പമ്പിന്റെ ഫോട്ടോ തൽക്കാലം ആഡ് ചെയ്യാം. അനൂപ് പറഞ്ഞ പോലെ ഇത് റോൾ ഔട്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള ഇഷ്യൂസ് പിന്നെ സോൾവ് ചെയ്യാം. അതെ അതെ, വർക്ക് കംപ്ലീറ്റ് ട്രയൽ റൺ കഴിയുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ പമ്പോസിന് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഒരു സ്കീം വരുന്ന ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, മാർച്ചിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്, അത് പറയാം. ഞാൻ നമ്മുടെ ഇതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണേ. എന്റെ ലാപ്ടോപ്പിൽ നിന്ന് ലോഗോട്ടെ, ഒരു സെക്കൻഡ്. ഇപ്പൊ ഓക്കെ, സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഞാൻ നമ്മുടെ മാർച്ചിൽ ലോഗിൻ ചെയ്തു. സോ ഇതിന്റെ ഇവിടെ ഒരു സ്കീം മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ലിസ്റ്റ് ഓൾ സ്കീംസും ഒന്ന് മൈ സ്കീംസ്. ഞാൻ ലിസ്റ്റ് ഓൾ സ്കീംസ് കൊടുക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഉള്ള എല്ലാ സ്കീംസും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ കാലക്രമേണ മീൻസ് പണ്ട് മുതലേ ഓരോരുത്തരായിട്ട് കൊടുക്കുന്നതാണ്. ഇതിലിപ്പോ എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഡിവിഷൻ കൊടുക്കുകയാണ്. തിരുവനന്തപുരം നോർത്ത് PH ഡിവിഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ അവിടെ ഓൾറെഡി ഒരെണ്ണമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോ സൗത്ത് PH ഡിവിഷൻ കൊടുത്താൽ അതിന്റെ കീഴിൽ ഇത് രണ്ടെണ്ണമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, തൽക്കാലം എൻ്റെ ഇത് നോർത്ത് PH ഡിവിഷനാണ്. അതിൽ എനിക്ക് വ്യൂ ചെയ്യാം. ഞാൻ വ്യൂ ചെയ്യുന്നു. ഇനി ആ മൈ സ്കീംസ് എന്ന ടാബിൽ തന്നെയാണ് ഇത് വരുന്നത്. സോ ഞാൻ അത് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസ് ഏതാണ്, നമ്മുടെ സ്കീമിന്റെ പേരെന്താണ്, അതിന്റെ ബാക്കി മെയിൻ സ്കീമാണോ സബ് സ്കീമാണോ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, അതിന്റെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി, ഫങ്ഷണൽ ഡീറ്റെയിൽസ്, പിന്നെ അതിന്റെ എന്താണ് വാട്സ് ഇതുമായിട്ട്, അതായത് നമ്മുടെ ഏതൊക്കെ വാർഡുകളാണ് ഇതിലേക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ സ്കീം കൊണ്ട് ബെനിഫിറ്റഡ് ആകുന്നുള്ള കോർപ്പറേഷൻ വാർഡ്സ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ കീഴിലുള്ള കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു പേരൂർക്കട ഒരു റിസർവോയർ ഉണ്ട്, മൺവിള റിസർവോയർ ഉണ്ട്, കൊടപ്പനക്കുന്ന് റിസർവോയർ, അങ്ങനെ എരപ്പുഴി റിസർവോയർസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് കമ്പോണന്റ് ടൈപ്പ് ഉണ്ട്, കമ്പോണന്റ് നെയിം ഉണ്ട്, അതിന്റെ അഡ്രസ്സ്, പാരന്റ് കമ്പോണന്റ് ഉണ്ട്, കമ്പോണന്റ് സീക്വൻസ്, പിന്നെ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്. ഇത് കാലാകാലങ്ങളായിട്ട് ആര് എൻട്രി ചെയ്താലും നമുക്ക് ഇവിടെ ഇത് കാണാൻ കഴിയും. നമ്മുടെ ലോഗിനിലെല്ലാം ഇത് കാണാൻ കഴിയും. ഓക്കെ,
സോ ഇതില് ഇങ്ങനെ താഴെ ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ട്. ഓക്കെ, സോ ഇപ്പൊ മുകളില് നമ്മളിവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ പേരൂർക്കട, ഫസ്റ്റ് വൺ ഒരു പേരൂർക്കട കമ്മണൻ ടൈപ്പ് റിസർവോയർ ആണ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ എൻ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഞാൻ താഴേക്ക് വരുമ്പോൾ പേരൂർക്കട ഉണ്ട്, ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് അവിടെ കിടക്കുകയാണ്. അതുപോലെ ഫിൽട്ടർ ഹൗസ്, മണലയം, മരുതൻകുഴി അങ്ങനെ കിടക്കുകയാണ്. ബട്ട് ചിലത് നമ്മൾ ഇതൊന്ന് ചൂസ് ചെയ്തെടുത്താൽ ഇത് ആക്ച്വലി ഒരു കറക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് മാപ്പ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പൊ ഇതില് ഒരു റോ വാട്ടർ പമ്പിങ് മെയിൻ ഉണ്ട്. അതിന് മുന്നേ ഒരു ഇൻഫിൽട്രേഷൻ കാണാമോ? ഇത് ഇൻഫിൽട്രേഷൻ ഗാലറി അറ്റ് കുണ്ടമൻ കടവ്, ഇൻടേക്ക് വെല്ലുണ്ട്, പിന്നെ റോ വാട്ടർ പമ്പ് ഹൗസ് ഉണ്ട്, പിന്നെ റോ വാട്ടർ പമ്പിങ് മെയിൻ. അതായത് നമ്മുടെ ഈ പെർട്ടിക്കുലർ സ്കീം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സൗത്തില് PTP സബ് ഡിവിഷന്റെ കീഴിലുള്ള തിരുമല സെക്ഷനിൽ ഉള്ള ഒരു എന്താണ് ചെറിയൊരു സ്കീമാണ്. അപ്പൊ അതില് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എല്ലാ ഡീറ്റെയിൽസ്. അതായത് ഫസ്റ്റ് വൺ ഇൻഫിൽട്രേഷൻ ഗാലറി, ഇൻടേക്ക് വെല്ല്, അത് കഴിഞ്ഞ് റോ വാട്ടർ പമ്പ് ഹൗസ് അറ്റ് കുണ്ടമൻ കടവ്, പിന്നെ 2 പ്ലാന്റ് ഉണ്ട് അവിടെ. ഒന്ന് റോ വാട്ടർ പമ്പിംഗ് മെയിൻ ടു 13.5 MLD, പിന്നെ ഒന്ന് 16 MLD. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പിന്നെ അതിന്റെ എയറേറ്റർ, ഫ്ലാഷ് മിക്സ്ചർ, കാലിഫയർ, ഇതെല്ലാം നമുക്ക് നമ്മുടെ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഓരോ സെക്ഷനിലുള്ള നമ്മുടെ സെക്ഷനിലുള്ള ഒരു സ്കീമിനെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ അത് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആഡ് കമ്പോണൻസ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ കമ്പോണന്റ് നെയിം ഞാനിപ്പോ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഒരു സംശയം ചോദിക്കുന്നുണ്ട്. ചോദിച്ചു. രേഖ രവീന്ദ്രൻ. ഹലോ, രേഖ രവീന്ദ്രൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പോകുന്നില്ല, കണ്ടിന്യൂ ചെയ്തോ. എന്തോ കണ്ടിന്യൂ ചെയ്തോളൂ, അത് കൈതട്ടി വന്നായിരിക്കും. അനുവേ, എനിക്ക് തോന്നുന്നു കടക്കിലേ ചോദിച്ചത് ആ സ്കീം എങ്ങനെ ലിങ്ക് ചെയ്യാന്നാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഏതാണ്? ഓക്കെ. അപ്പം നമ്മളെ ഇപ്പൊ ഇതില് നമുക്കേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഓൾറെഡി നമ്മുടെ നേരത്തെ ലിങ്ക്ഡ് ആണ്. ഇപ്പോ നമ്മുടെ ഇതിലെ ഒരു സ്കീം ഇവിടെ ഓൾറെഡി കുറെ സ്കീമുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ സെക്ഷൻ പരിധിയിൽ ഇപ്പോ ഇപ്പൊ ഒരു കിഫ്ബി ഡ്രിങ്ക് വാട്ടർ സപ്ലൈ പ്രോജക്ട് ഇൻ കോസ്റ്റൽ, ഇത് ആഡഡ് ഇൻ ജലഭവൻ, ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. എന്റെ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ പ്ലസ് ബട്ടൺ കണ്ടല്ലോ, ഞാനത് ആഡ് ചെയ്തു. അപ്പൊ ചോദിക്കാം ആർ യു ഷുവർ ടു ആഡ് ദ സ്കീം ടു മൈ സ്കീംസ്? എസ് കൊടുക്കുക. അപ്പൊ ഇനി മൈ സ്കീംസ് എടുക്കുമ്പോൾ അത് രണ്ടും വന്ന് കിടക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ആപ്പിൽ എടുക്കുമ്പോൾ ഈ 2 സ്കീമിൽ ഏത് വേണമെന്ന് അത് ചോദിക്കും. ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടാണ്, ഇപ്പൊ ഈ മാർച്ചിലുള്ള എല്ലാ സ്കീമുകളും ഓൾറെഡി ബൈ ഡിഫോൾട്ട് ONM വന്നിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയൊരു സ്കീം, ഇപ്പൊ നിലവിലില്ലാത്തൊരു സ്കീം കമ്മീഷൻ ചെയ്യാൻ പോകുന്ന സ്കീമാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഓപ്പറേഷൻ യൂണിറ്റ് ബന്ധപ്പെട്ടാൽ മതി, ഞങ്ങൾ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് തരാം. അതെ. തൽക്കാലം ഞാൻ റിമൂവ് ചെയ്യാണ്. ഇങ്ങനെയാണ് സ്കീം ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇതിൽ. ഇപ്പൊ നമ്മുടെ നമ്മുടെ സോഫ്റ്റ്വെയർ എടുക്കുമ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ഇതിൽ 2 എണ്ണം അവിടെ. എൻ്റെ അതിൽ ഈ ഒരു സ്കീം മാത്രം ഉള്ളതുകൊണ്ടാണ് അത് 1 മാത്രം വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇപ്പൊ 2 എണ്ണം ഉണ്ടെങ്കിൽ അത് ചോദിക്കും ഏതാണ് വേണ്ടതെന്നുള്ള കാര്യം. ഡൗട്ട്? അനൂപ്, ഇതില് എക്ക് ഇൻവോൾവ്മെന്റ് വരുന്നത് എന്തിലെല്ലാമാണ്? എന്താണ് സാറേ?
ഈ ആപ്പില് AI ഇൻവോൾവ് ചെയ്ത് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന്? സാറേ ഇതെന്ന് പറഞ്ഞാല് മുന്നേ നമ്മുടെ ഫീൽഡിൽ ഇപ്പം എയ്ക്ക് എല്ലാ സ്ഥലത്തും ഓടി എത്തണം പറ്റണമെന്നില്ല. അപ്പൊ നമ്മുടെ ഫീൽഡ് ഓഫീസറായിട്ട് കൊടുക്കും. അപ്പം എല്ലാവർക്കും ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി വരാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ എയുടെ എന്ന് പറഞ്ഞാൽ ഓവറോൾ കൺട്രോൾ എയ്ക്ക് ആയിരിക്കും. ഓക്കെ, സോ ഇതില് എയുടെ ലോഗിനിൽ കയറി ഇത് മോണിറ്റർ ചെയ്യാനെല്ലാം സാധിക്കും. ഞാനിപ്പോ നമ്മുടെ വെബിൽ കയറിയിട്ട് ഇത് എയുടെ ഇതിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അല്ല, മറ്റവരുടെ ആപ്പിൽ കൂടെ എഡിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞത്. അപ്പൊ എയ്ക്ക് ഒരു ഓവറോൾ മോണിറ്ററിങ് ബാക്കിയുള്ള കാര്യങ്ങൾക്കുണ്ടാവും. എയ്ക്ക് നമ്മുടെ നമ്മുടെ എയുടെ ലോഗിനിൽ കയറുമ്പോൾ ഈ മൊത്തത്തിലുള്ള എല്ലാ IRഉം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് ഏതൊക്കെ ക്ലോസ് ആയി, ഏതൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നു. അനൂപ്, ഈ AI മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നാണ്? സാറേ മസ്റ്റായിട്ട് നമ്മളൊരു ഒരു ഓവറോൾ ഒരു മോണിറ്ററിങ് ഉണ്ടായിരുന്നാൽ മതി. കാരണം നമ്മൾ ആദ്യം അവര് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അവര് ക്ലോസ് ചെയ്യുന്ന ഡീറ്റെയിൽസേ നമുക്ക് ഈ വെബ് വഴി ഇത് കാണാൻ കഴിയും. ഞാൻ നേരത്തെ നമ്മുടെ വെബ്സൈറ്റ് വഴി നമുക്ക് വെബ് വഴി കാണാൻ കഴിയും. കാരണം ലൊക്കേഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അതൊന്ന് മോണിറ്റർ ചെയ്യാം. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവര് പൈപ്പിന്റെ സൈസ് ഇപ്പം ചിലപ്പം നമ്മുടെ ഫോട്ടോസ് അവര് നിർബന്ധമായി എടുത്തിട്ടുണ്ടെന്നൊരു മോണിറ്ററിങ് അതെന്തായാലും വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 110 PVC-യുടെ ലീക്കാണെന്ന് പറഞ്ഞ് വന്നു. ചിലപ്പോൾ അതിൽ വരുന്ന സാഡിലിന്റെ എന്തെങ്കിലും സാഡിൽ വരുന്ന ബോറിംഗ് പോയിന്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. അല്ലെങ്കിൽ അവിടെയുള്ള പഴയ ഒരു ഫെറൂള് പൊട്ടിയതായിരിക്കും, എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അവരതിനെ ഒരു CR ഇട്ടു എന്നുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ഫോട്ടോസ് ഇടണമെന്നില്ല, എടുക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നമ്മൾ അതൊരു ഓവറോൾ മോണിറ്റർ ചെയ്യുക. കാരണം ഇത് ആഫ്റ്റർ ഓൾ AI ആണ് ഇതിന്റെ മെഷർമെന്റ് ഇടുന്നത്. സോ AI അത് ആക്ച്വലി മോണിറ്റർ ചെയ്യുക. ഒരു ദിവസം അന്ന് പറ്റിയില്ലെങ്കിൽ പിറ്റേന്ന് തന്നെ അത് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. ഇനി ഫോട്ടോസ് നമുക്ക് ഈ ഫോട്ടോസ് പിന്നെ ഒരു കാര്യം കൂടെ സാർ, ഈ ആപ്പിലെ നമ്മൾ ഈ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഈ ക്ലോസ്ഡ് ഫോട്ടോസ് അല്ലാതെ മറ്റുള്ള ഫോട്ടോസ് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അവരെ IT അന്ന് പറഞ്ഞതാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോസ് ആഡ് ചെയ്യാൻ അവര് സമ്മതിക്കും എന്നുള്ള ഒരു കാര്യം അന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. സർ അതുപോലെ കേക്കോ സർ? കേക്കാം. നമ്മൾ ഈ IR ക്ലോസ് ചെയ്യാൻ നേരത്തെ ഇപ്പം ഒരു സൈറ്റിൽ തന്നെ തൊട്ടടുത്ത് 1, 2, 3 ലീക്കുകൾ ഉണ്ടെങ്കിലേ അപ്പം നമുക്ക് കുറച്ച് സൈറ്റ് മാറിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ നേരത്തെ ഈ ലൊക്കേഷൻ ആഡ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ IR ക്ലോസ് ആവത്തില്ല. എന്നിട്ട് ആ ക്ലോസ് ആയ IRന്റെ ലൊക്കേഷൻ പിന്നെ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, അത് എഡിറ്റ് ചെയ്യാനില്ല. അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. വൺസ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ വെച്ച് ടാഗ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ ക്ലോസ് ചെയ്താലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ ഉണ്ടല്ലോ, ലൊക്കേഷൻ ടാഗിങ് അല്ലാതെ അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോ നമുക്ക് പിന്നെ ആയാലും ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ലൊക്കേഷൻ, അതായത് ഇപ്പോൾ ഒരു 110-ന്റെ ലീക്ക് ഉണ്ട്, അത് ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ ആഡ് ചെയ്താലേ ഇത് ടാഗ് ചെയ്ത് വരുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അത് ജിയോ പൊസിഷനിങ് വരെ അത് നമുക്ക് മോണിറ്റർ ചെയ്യാനും സാധിക്കുള്ളൂ. അതായത് ഇൻ കേസ് ഈ പറഞ്ഞ പോലെ 110-ന്റെ ലീക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ലൊക്കേഷൻ അവിടുന്ന് കുറച്ച് മാറി 90-ന്റെ ലീക്ക് സൈറ്റിൽ നിന്നുള്ള ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലേ? അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അത് ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മനീഷ് അനൂപ് ഇത് ചോദിച്ച സംശയം വളരെ എനിക്ക് മനസ്സിലായി. സാധ്യതയുള്ള അതെ, സംശയമാണ്. മനസ്സിലായി. പക്ഷെ നമ്മൾ ഈ IR ക്ലോസ് ചെയ്യാനായിട്ട് നല്ല ഡിലേ വരുമ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ്. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ ആപ്പിനകത്ത് ഇതില് കുറെ റിലാക്സേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആപ്പിന് പ്രസക്തി ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയിൽ വരും. അതുകൊണ്ട് ഇതൊരു കൺട്രോൾഡ് രീതിയിൽ അതിന്റെ ഒരു എഡിറ്റ് ആയാലും പറ്റത്തുള്ളൂ. ഓപ്പൺ എഡിറ്റ് ഈ ആപ്പിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റും.
മേ ബി ഒരു കൺട്രോൾ എഡിറ്റ് ഓപ്ഷൻസ് പറ്റത്തുള്ളൂ. ഇത് പാറ്റൂർ സെക്ഷൻ മെയിന്റനൻസിന്റേതാണോ ഇപ്പൊ ഇത് പിന്നെ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? അതെ അതെ അതെ, നമ്മുടെ IR, അതായത് നമ്മുടെ ഇല്ല, ബാക്കി കൂടി കേൾക്കൂ. ഈ സെക്ഷന്റെ അണ്ടറിൽ ഒരു പ്രോജക്ട്സും ഓൺഗോയിങ് ഇല്ല അല്ലേ നിലവിൽ? JJMO, കിഫ്ബിയോ, അമൃതോ അമൃതുണ്ട്, ഉണ്ട്, അമൃതിന്റെ വർക്കുകൾ ഓടുന്നുണ്ട്. പക്ഷെ പാസ്കിൽ ടോട്ടൽ ഓൺഗോയിങ് പ്രോജക്ട്സ് 0 ആണ് കാണുന്നത്. ഏതാണ് പാസ്കിൽ നോക്കുമ്പോഴും നമുക്ക് അമൃതിന്റെ വർക്കുണ്ട്, അല്ലാതെ ഡെപ്പോസിറ്റ് വർക്കുകളുണ്ട്. പക്ഷെ നിങ്ങളെ പാസ്ക് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞാനത് എത്ര ഓൺഗോയിങ് വർക്ക്സ് ഉള്ളപ്പോഴാണ് ഇത് ഇത്ര നല്ല ഭംഗിയായിട്ട് ഉഴപ്പനായിരിക്കും കേട്ടോ, വർക്കൊന്നും എടുക്കാത്ത ആയിരിക്കും. അല്ല, ഇതിപ്പോ നമ്മളുടെ ഒരു സെക്ഷനില് 200 പിന്നെ ഇത് ക്രോഡ്സിന്റെ ഒക്കെ വർക്കാണ് നടക്കുന്നത്. ഇത് എത്രത്തോളം ഇത് തിരുവനന്തപുരത്തെ പാറ്റൂർ സെക്ഷൻ എന്ന് പറഞ്ഞാല് തിരുവനന്തപുരത്തെ പാറ്റൂർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലീക്കിന്റെ കാര്യത്തിൽ ഹെവി ലോഡഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. മെയിന്റനൻസിൽ മറ്റു വർക്കുകൾ എല്ലാ വർക്കുകളും ഉള്ള ഒരു സെക്ഷനാണ് പാറ്റൂര്. ദീപ തെറ്റിദ്ധരിക്കണ്ട, ഏറ്റവും കൂടുതൽ വർക്ക് ഉള്ളത് പാസ്കിന്റെ അല്ല, പാറ്റൂര് AE സെക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ലോഡഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് അത്. പക്ഷെ അടുത്ത പരീക്ഷണം വേറെ ദീപയുടെ ഏതെങ്കിലും സെക്ഷനിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആവുമായിരിക്കും. സാറേ മനീഷാണ്, ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ. മനീഷ്, അതിനകത്ത് മാഡം പറഞ്ഞതിനകത്ത് ഒരു കാര്യം നമ്മൾ കാണേണ്ടതാണ്. ഇത് ട്രയൽ റൺ എല്ലാ കാലത്തും എല്ലാ സാധനങ്ങളുടെയും ട്രയലിൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തുന്ന ട്രിവാൻഡ്രത്തെ സെക്ഷനുകളിലാണ് പൊതുവെ, അല്ലാതെ നടത്തിയിട്ടുണ്ടില്ല. എന്നാലും കൂടുതലും ട്രിവാൻഡ്രത്താണ്. സാർ, ഇതൊരു റൂറൽ സെക്ഷനിൽ ഒരു ട്രയൽ റൺ നടത്താനുള്ളൊരു ട്രയൽ റൺ ആയിട്ട് വേണ്ട, ലൈക്ക് റോൾ ഔട്ട് ചെയ്തോട്ടെ. പക്ഷെ ഫുൾ സ്റ്റേറ്റ് വൈഡ് റോൾ ഔട്ടിന് മുമ്പേ വേറൊരു സെക്ഷൻ, റൂറൽ സൈഡിലുള്ള ഒരു സെക്ഷൻ എങ്കിലും ചൂസ് ചെയ്തിട്ട് മാഡം പറഞ്ഞതുപോലുള്ള ഒരു സംഗതി കൂടെ നടത്തി നോക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും മനീഷ, അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. സാർ, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് വൈഡ് മുമ്പായിട്ട് ഒരു സെക്ഷൻ നമുക്ക് നോർത്തേൺ റീജിയനിലോ അല്ലെങ്കിൽ സെൻട്രൽ റീജിയനിലോ ഒരു സെക്ഷൻ ചൂസ് ചെയ്ത് മനീഷ, അത് ടിപ്പിക്കലായിട്ടും ഒരു റൂറൽ സെക്ഷൻ മാഡം പറഞ്ഞ പോലെ അങ്ങനെ തന്നെ വേണം. പണ്ടത്തെ മാതിരി അർബൻ റൂറൽ മാതിരി അല്ല. റൂറൽ സെക്ഷനുകളിലെല്ലാം ഇഷ്ടംപോലെ വർക്ക് ലോഡ് ഉണ്ട് ഇപ്പൊ ജലജീവൻ മിഷനോട് കൂടി. അപ്പം അതും കൂടെ വെച്ചിട്ട് ഒരു സെക്ഷനിൽ ഒരുപാട് സമയമൊന്നും കൊടുക്കണ്ട, മേ ബി എ വീക്സ് ടൈം ഓർ സംതിങ് നിങ്ങളൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹലോ, ഒരു സംശയം സാറേ. സാറേ, ഞാൻ ഇപ്പം നമ്മളിപ്പോ ഇവിടെ റൂറൽ ഏരിയയിൽ സാറേ ആവശ്യമായ ഇപ്പം ഒരു 140 PVC ടീ പൊട്ടിക്കഴിഞ്ഞാൽ ടീ നമ്മൾ ക്രെഡിറ്റിൽ വാങ്ങിച്ച് കൊടുക്കുകയാണ്. ലോക്കലായിട്ട് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ദൂരെ നിന്ന് വാങ്ങിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫേമിന് എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കുക ഒരു ഇൻസിഡന്റിൽ? അല്ല, അത് ഒരു വർക്കിന് പേയ്മെന്റ് കൊടുക്കുന്നത് ഇതുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമല്ല. വർക്കിന് ഒരു കോൺട്രാക്ടർ പേയ്മെന്റ് കൊടുക്കുന്ന പോലെ ആണല്ലോ ഒരു ഫേമിൽ നിന്ന് വാങ്ങിച്ചാൽ കൊടുക്കുന്നത്. അത് ഈ ആപ്പുമായിട്ട് റിലേറ്റഡ് അല്ല. അപ്പം സാറേ സ്പെഷ്യൽസ് അപ്പം നമ്മൾ ഇൻസിഡന്റിൽ കയറ്റിയിട്ടാണ് സ്പെഷ്യൽ വേണം. ഇൻസിഡന്റിൽ ആ സ്പെഷ്യൽ എന്താണെന്ന് വേണമല്ലോ. അതിന്റെ പേയ്മെന്റ് അല്ലേ ഈ പേയ്മെന്റിന്. അല്ല സാർ, പേയ്മെന്റ് അപ്പൊ ഒരു 5000 വേണ്ട സാറേ? 5000 നമ്പർ ഒന്നും. അതെ, നിങ്ങളൊരു 5000 ഇടുന്നുണ്ടല്ലോ, 5000-നകത്തല്ലേ സ്പെഷ്യൽ ഇടുന്നത്? അതെ, അത് ഒന്നിന് മാത്രമല്ലേ സെലക്ട് ആവും സാറേ. അതായത് സാർ RC ഇല്ലാത്ത ഒരു ഏരിയ ആണ് നമ്മളത്. നമ്മൾ ആളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഒരു ഇൻസിഡന്റ് നമ്മൾ അക്കോലം കയറ്റി അത് ചെയ്തു വരുമ്പോൾ അതിന്റെ പിന്നെ റിപ്പയറിംഗ് ചാർജ് മാത്രമല്ലേ അദ്ദേഹത്തിന് കിട്ടൂ. അപ്പൊ ഈ വാങ്ങിച്ച സാധനത്തിന്റെ പൈസ എങ്ങനെ, മെറ്റീരിയൽസിന്റെ പൈസ എങ്ങനെ കൊടുക്കാൻ പറ്റും? മെറ്റീരിയലും നിങ്ങൾ മെഷർമെന്റ് ഇട്ട് കൺസേൺ ആൾക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിൽ എന്താണ് തടസ്സം? മനസ്സിലായില്ല. അല്ല, ഇപ്പോഴാ മെറ്റീരിയൽ എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കുന്നത്? ടെമ്പററിന്ന് എടുത്തിട്ടല്ലേ? അല്ല സാറേ, അതായത് ഇപ്പം നമ്മളിപ്പം പിന്നെ നമ്മൾ ആവശ്യമായ സാധനങ്ങൾ കാഞ്ഞങ്ങാട് നിന്നാണ് വാങ്ങിക്കല്. കാഞ്ഞങ്ങാട് നിന്ന് വാങ്ങിച്ച് മാസം ബില്ല് വന്ന് പിന്നെ അതിലേക്ക് നമ്മൾ ക്ലെയിം ഇട്ടിട്ട് മെയിൻ്റനൻസിൽ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഫേമിന്. അപ്പം ഇതിപ്പം ഇങ്ങനെ വരുമ്പോ സാർ അപ്പൊ ഇൻസിഡന്റിന് അവർക്ക് എങ്ങനെയാ ക്ലെയിം കയറ്റാൻ പറ്റുക? കാരണം ഈ ലോക്കലായിട്ട് ഈ മെറ്റീരിയൽ ഒന്നും അവൈലബിൾ അല്ല ഇവിടെ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. അതിന്റെ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ആ പേയ്മെന്റ്, ഈ പറയുന്ന മെറ്റീരിയലിന്റെ പേയ്മെന്റ് ആരാ കൊടുക്കുന്നത്?
പേയ്മെന്റ് ഫേമിന്റെ പേരിൽ മെയിൻ്റനൻസിൽ നമ്മൾ ക്ലെയിം ചേർത്തിട്ട് അതേ ഫേമിന് തന്നെ പോവുകയാണ് ചെയ്യുന്നത് നിലവിൽ. അല്ല, അപ്പൊ അവർക്ക് RC ഇല്ല. RC ഇല്ലാതെ നിങ്ങൾ RC ഇല്ല സാർ ഇവിടെ. കൊട്ടേഷൻ പോലെ വിളിച്ചാണ് വർക്ക് ചെയ്യുന്നത് ആണോ? അതെ അതെ സാർ, അതെ അതെ സാർ. ഓക്കെ, അപ്പൊ അത് IR വരേണ്ടതാണ്. ബോവിക്കാനെ ചോദിച്ചത് ഇങ്ങനെയാണ്, അതായത് ഒരു IR-നകത്ത് ഒരാൾക്ക് മാത്രമേ പേയ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സംശയമാണോ ചോദിച്ചത്? അങ്ങനെയാണോ? അതെ, അതും വന്നു സാറേ. അതായത് ഒരു IR-ന്ന് മൾട്ടിപ്പിൾ മെറ്റീരിയലിന് വേറെയും ലേക്കിന് വേറെയും പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണോ ചോദിച്ചത്? അതെ സാറേ, അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി നമുക്ക് ഇവിടെ അതാണ് എനിക്ക് തോന്നുന്ന സംശയം. അതാണ് അനൂപ്, അതായത് ഒരു IR-നകത്ത് ലീക്കിന് വേറൊരു കോൺട്രാക്ടർക്കും മെറ്റീരിയലിന് വേറൊരു കോൺട്രാക്ടർക്കും ഒരേ IR ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, പേയ്മെന്റ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, മനസ്സിലായി സാർ. അത് അല്ല, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഈ ആപ്പിനകത്ത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇല്ല, അങ്ങനെ ഇല്ല സാർ. ഇല്ല. അപ്പൊ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാം, അതിനകത്ത് വേറെ തടസ്സമൊന്നുമില്ലല്ലോ. അതെ. മനീഷ, ഇതാണ് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ. ഇതുപോലുള്ള സംഗതികളുണ്ട്, RC ഇല്ലാത്ത സെക്ഷനുകൾ. അപ്പൊ അവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് ഉണ്ടാവും. മനീഷ് സാർ, അത് ഒരു റൂൾ സെക്ഷനിൽ ലോഞ്ച് ചെയ്യാം സാർ. ഈ ആഴ്ച അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ ട്രയലായിട്ട് നോർത്തിലോ റൂൾ സെക്ഷനിൽ ലോഞ്ച് ചെയ്യാം. മനീഷ, ഒരു കാര്യം മനീഷ എനിക്ക് മനസ്സിലായത്, ഈ ആപ്പിനകത്ത് ഒരു IR-നകത്ത് ഒരു IR ഉള്ളത് കൊണ്ട് മറ്റേ 2 പേയ്മെന്റ് കൊടുക്കാൻ തടസ്സം വരുന്നില്ല എന്നാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. അങ്ങനെയാണോ അനൂപ്? സാറേ, അത് ഇപ്പോഴേ നമുക്ക് വേണമെങ്കിൽ ഇപ്പം നിലവിൽ ഒരു IR ഇട്ട് ഒരു കോൺട്രാക്ട് നമുക്ക് നിലവിൽ ഇപ്പൊ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ കോൺട്രാക്ടിനെയും ഒരെണ്ണേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതേ ഇതിൽ തന്നെ വേറൊരു IR കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ബോവിക്കാനെ ചോദിച്ച ന്യായമായ സംശയം. അതായത് ഒരു IR-നകത്ത് മെറ്റീരിയലിന് വേറെയും ലീക്കിന് വേറെയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതാണ് മനീഷ സൂചിപ്പിച്ചത്. മനസ്സിലായി സാർ, മനസ്സിലായി. അത് അനൂപ് ഒന്ന് നോട്ട് ചെയ്തിട്ട് IT ടീമായിട്ട് ഒന്ന് അഡ്രസ് ചെയ്യാം. ശരി. പ്രേംകുമാർ ചോദിച്ചു. സാറേ, ഇപ്പം ഈ IR ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലെയിം ഇടാൻ പറ്റുള്ളൂ? അതെ. ഓക്കെ, അപ്പൊ ഇനി ഇതിപ്പോ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് കമ്പ്യൂട്ടർ വഴി സാധാ ഇതുവരെ ഇട്ടുകൊണ്ടിരുന്ന പോലത്തെ IR-കൾ ഇടാൻ പറ്റുമോ? അതോ ഈ മൊബൈൽ ആപ്പ് വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ഏതാണ് ഇതിപ്പോ മൊബൈൽ ആപ്പ് ഇപ്പൊ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന പോലെ കമ്പ്യൂട്ടർ നമ്മുടെ PC വെച്ച് നമുക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ വെച്ച് പറ്റും. പറ്റി. അതിനുശേഷമേ അതുവഴി നമുക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫീൽഡ് ഓഫീസ് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഓക്കെ, പക്ഷെ എങ്ങനെയാണെങ്കിലും ക്ലെയിം ഇടുന്നതിന് മുമ്പ് IR ക്ലോസ് ചെയ്തിരിക്കണം. അതെ. ഓക്കെ, ശരി സാർ. സാർ, ഒരു സംശയം. ഇതില് അക്കോലൂമില് ഉള്ള ഡോക്കറ്റ് നമ്പർ നമുക്ക് വ്യൂ ചെയ്തൂടെ? ഈ ആപ്പില് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൊടുത്തൂടെ? അതിപ്പോ നമ്മൾക്ക് ഇനി IT ഇതുമായിട്ട് അതൊന്ന് ചോദിക്കണം. വോല്യൂമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡോക്കറ്റ് നമ്പറിലെ കംപ്ലൈൻസ് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. മൊത്തം കാണാൻ പറ്റുന്നതാണോ? ഒപ്പം അക്കോലൂമിലെ നമ്പർ, ഡോക്കറ്റ് നമ്പർ അങ്ങനെ ഒരു ഇതില്ല. ഇതിപ്പോ രണ്ടും ഓപ്പൺ ചെയ്യാൻ എന്തോ സാർ? ഹലോ. സജഷൻ പറഞ്ഞുള്ളൂ, ഒന്ന് കിട്ടാ വേറെ ഓപ്പൺ ചെയ്യാനായിട്ട് നല്ലതേ. അല്ല, ഈ സജഷൻസ് എല്ലാം നോട്ട് ചെയ്ത് ഇതിനകത്ത് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് അനുവന്ന് സാറേ, ഇതിലിപ്പോ IR ക്ലോസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ലൊക്കേഷൻ വെച്ചിട്ടുള്ള ഫോട്ടോ വേണമെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് രാവിലെ വർക്ക് തുടങ്ങിയെന്ന് വിചാരിച്ചോ, അപ്പൊ ആ സൈറ്റിൽ നമ്മൾ പോയി, അപ്പൊ പിന്നെ വേറെ അത്യാവശ്യമായിട്ട് നമുക്ക് സാറ് വിളിച്ചെവിടെയെങ്കിലും പോകേണ്ടി വന്നു, പിന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻ വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാൻ പറ്റൂ. അപ്പൊ ആ സമയത്തിന് നമുക്ക് ലൊക്കേഷൻ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഗുണമല്ലേ? അല്ലെ പിന്നെ നമ്മൾ ആദ്യം വീണ്ടും പോകേണ്ടി വരില്ലേ ക്ലോസ് ചെയ്ത സമയത്ത്, പിന്നെ ട്രെഞ്ച് മൂടിയ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടില്ലേ? അല്ല നമ്മൾ IR അതായത് ലീക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്തെ അത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് തന്നെ പോണമെന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും പോയാലും മതി. അതല്ല, നമ്മളിപ്പോ ഇൻ കേസ് നമ്മളിപ്പോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ആ ലൊക്കേഷനിൽ ഉണ്ടെന്ന് വെച്ചോ, പിന്നെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി വെച്ചോ,
നമ്മളിപ്പോ ഇവിടുന്നുള്ള നമുക്കൊരു 12, 13, 15 കിലോമീറ്റർ ചിലപ്പോൾ പോകേണ്ടി വരും. പിന്നെ നമ്മൾ ക്രോസ് ചെയ്യാൻ വീണ്ടും രണ്ടാമത്തേക്ക് പോകണ്ടേ? അത് സത്യം പറയാൻ നമ്മൾ സൈറ്റിൽ പോയി നോക്കുന്നത് കോൺട്രാക്ട് എന്തൊക്കെ ഉപയോഗിച്ചാണ് ലീക്ക് റെക്ടിഫൈ അറിയാൻ വേണ്ടിയാണല്ലോ നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ആപ്പിന്റെ ഉദ്ദേശം തന്നെ ഈ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ പറഞ്ഞത് തന്നെ ഈ കോൺട്രാക്ടർ ക്ലെയിം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വർക്ക് തീരുമ്പോൾ അവരെന്തൊക്കെയാണ് ഉപയോഗിച്ചെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഓപ്ഷൻ ഇല്ല സാർ. നമ്മളിപ്പോ അവരെ കൊണ്ട് ഓൾറെഡി സ്റ്റാമ്പ് വെച്ചിട്ട് ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. അതിൽ അവർ സാധനം നമുക്ക് അയച്ചു തരും. അത് അവർ ഓൾറെഡി നമുക്ക് അയച്ചു തരുന്നുണ്ടല്ലോ. ചില സമയത്ത് നമ്മളിപ്പോ വർക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ പോകും, അല്ലെങ്കിൽ ലീക്ക് ഇല്ല സമയത്ത് നമ്മൾ അവിടെ പോകും. പിന്നെ നമ്മളെ ആ വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ അവർ നമുക്ക് ഫോട്ടോ നമുക്ക് അയച്ചു തരുവയ്യ. ഇത് നമ്മളിപ്പോ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം പോയി നമ്മൾ ലീക്ക് നോക്കി, രണ്ടാമത് അവർ ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആവില്ല. പിന്നെ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ആദ്യം പോണ്ടേ? പക്ഷെ അവരിപ്പോ അയച്ചു തരുന്ന ഫോട്ടോ ഇപ്പൊ ഒരാൾ പറയുകയാണ്, അവരിപ്പോ വാട്സപ്പിൽ അയച്ചു തരുന്ന ഫോട്ടോ ഇതേ ലീക്കിന്റെ സൈറ്റിലാണ്. നമ്മൾ എങ്ങനെ ഉറപ്പുവരുത്തുന്ന ചോദിച്ചാൽ നമുക്ക് നമ്മൾ സ്റ്റാമ്പ് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത് അതിൽ ഇതുണ്ടാവുമല്ലോ. അത് ലൊക്കേഷൻ ഉള്ള ഫോട്ടോ ഇടാൻ ഒരു പ്രൊവിഷൻ കൊടുത്താൽ നല്ലതായിരുന്നു. അതേ ലൊക്കേഷനിൽ പോയി പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് പകരം ലൊക്കേഷൻ GPS ക്യാമറ ഉള്ള ഒരു ഫോട്ടോ പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ അവരെ അയച്ചു തരുന്നത് ഗൂഗിൾ ലൊക്കേഷനിലെ ഫോട്ടോ നമുക്ക് മെറ്റീരിയൽസിന്റെ വെച്ച് അയച്ചു തരുന്നേ. അപ്പൊ നമുക്ക് അവിടെ പോയാൽ മനസ്സിലാവില്ല അത് ഉപയോഗിച്ചതല്ലേ. അല്ല, നമ്മുടെ ഇത്തരം സംശയങ്ങൾ എനിക്ക് തോന്നുന്നത് ഇത് റോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്രസ് ചെയ്തിട്ട് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന റോൾ ഔട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നല്ലത്. അതെ സാർ, അത് നമ്മുടെ ഓപ്പറേഷൻസും IT യൂണിറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ. പിന്നെ സാർ വേറെ അടുത്തൊരു സംശയം എന്ന് വെച്ചാലേ, നമ്മളിപ്പോ IR എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ എന്ന് മെൻഷൻ ചെയ്യും. കോൺട്രാക്ട് സപ്ലൈ ആണെങ്കിൽ കോൺട്രാക്ട് സപ്ലൈ മെൻഷൻ ചെയ്യും. ഇതിലത് ആ ഓപ്ഷൻ ഉണ്ടോ? അല്ല, അത് നമുക്ക് കമന്റിൽ എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞില്ല, അവിടെ എന്തെങ്കിലും കമന്റിലേ അത് എന്ത് സപ്ലൈ ആണെന്ന് എഴുതിയിരുന്നാൽ മതി. വിപിൻ ചോദിച്ചോളൂ. വിപിൻ ബി. സാർ, ഹലോ, കേൾക്കാവോ സാർ? കേൾക്കാം. സാർ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേ നമ്മളെ ഓഫീസിലാണെങ്കിൽ, ഞാൻ മലപ്പുറത്താ, പക്ഷെ നമ്മളെ ഓഫീസിൽ വണ്ടി പോലും ഇല്ല. നമുക്ക് 7 പഞ്ചായത്ത് ഉണ്ട് നോക്കാൻ. സാർ, അങ്ങനത്തെ അവസ്ഥയും കൂടെ ഒന്ന് പരിഗണിക്കുകയായിരുന്നെങ്കിൽ. ഇത് എല്ലാ ദിവസവും നമ്മൾ ഇതിന് പോണ്ടേ? നമുക്ക് JJM വർക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ല വിപിനെ ഇതൊരു സോഫ്റ്റ്വെയർ ആപ്പ് മാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. മറ്റു വിഷയങ്ങളുണ്ട്, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇഷ്യൂസ് ഉണ്ട്. അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യരുത്. അത് സ്വാഭാവികമായിട്ട് റോൾ ഔട്ട് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. അതനുസരിച്ച് മാനേജ്മെന്റ് പരിഹരിക്കുമെന്ന് കരുതാം. ഇതൊരു ആപ്പ്, ഈ ആപ്പിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. സർ, നമുക്കും അങ്ങനെ തന്നെ ഒരു 4 പഞ്ചായത്താണ് ഒരു ഓവർസിയർ ഹാൻഡിൽ ചെയ്യുന്നത്. 4-5 പഞ്ചായത്തുണ്ട്. അന്നപ്പം ഇങ്ങനെ എല്ലാ സൈറ്റിലും അത്യാവശ്യം വർക്ക് നടക്കുന്നതും ആണ്. ഒരു ദിവസം തന്നെ 2-3 പഞ്ചായത്തിൽ ഒരുമിച്ച് വർക്ക് നടക്കുവാണെങ്കിൽ ഇത്രയും പ്രാക്ടിക്കലി പോസിബിൾ ആവുമോ? ശരിക്കും ഈ ആപ്പിനെക്കാളും അപ്പുറം നമ്മളിപ്പോ എംബുക്കിനകത്ത് ഇതേ രീതിയിൽ ഭയങ്കര റിസ്ക് എടുത്ത് നമ്മളിതെല്ലാം മെഷർമെന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുതയുണ്ട്. ശരിക്കും ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുണ്ട്. ഈ ആപ്പിന് അപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കാണാതെ നമ്മൾ മെഷർമെന്റ് ഇടുന്നതിന്റെ റിസ്ക് ഓൾറെഡി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ ആപ്പ് റോൾ ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അത് ആ സമയത്ത് അഡ്രസ് ചെയ്ത് പോവാ. ഇതൊരു ആപ്പ് എന്ന രീതിയിൽ ഇതിന്റെ കാര്യങ്ങൾ നോക്കാൻ മാത്രമേ ഇപ്പൊ പറ്റത്തുള്ളൂ. സാർ, അതുപോലെ ഈ RCയിൽ ചെയ്യിപ്പിക്കുമ്പോഴേ ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ ഏതെങ്കിലും ലീക്കുള്ള ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കഴിയുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്വാണ്ടിറ്റി ഇല്ലാത്തൊരു സാധനം വരികയോ ചെയ്താൽ ചിലപ്പോൾ ചെയ്യിപ്പിക്കുമല്ലോ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് എങ്ങനെയാണോ റൂൾ അനുസരിച്ച് പ്രൊസീജിയർ ചെയ്യുന്നത് അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതിനെ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു ആപ്പ് മാത്രമായി ഇതിനെ കാണുക. ഈ ആപ്പ് ഒരു റൂളല്ല. ആ ചോദിച്ച സംഗതി ഞാനൊന്ന് അഡ്രസ് ചെയ്തോട്ടെ സാറേ. അത് ഇപ്പൊ പറഞ്ഞത് ഒരു അഡീഷണൽ ആയിട്ടൊരു ഐറ്റം വന്നാലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഷെഡ്യൂൾ ഇല്ലാത്തൊരു സംഗതി വന്നാലോ ആണ്. അതും ഈ ആപ്പുമായിട്ട് ആക്ച്വലി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സംഗതിയാണ്. നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് ഈ ആപ്പിൽ എൻ്റർ ചെയ്യേണ്ടി തന്നെ വരും. ബാക്കിയുള്ള ഐറ്റം നിങ്ങൾ ആ കോൺട്രാക്ടറുടെ മെഷർമെന്റ് ഇടുന്ന സമയത്ത് അതിനെ ഒരു എക്സ്ട്രാ ഐറ്റം ആക്കി കൊടുക്കുക, അതിന് റിവൈസ് എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യുകയാണ് വേണ്ടത്.
ഈ ആപ്പിൽ നിർബന്ധമായിട്ടും അയാൾ ചെയ്യുന്ന സൈറ്റിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വേണ്ടി വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ, അനുസരിച്ച് തന്നെ ചെയ്യണം. സർ, റോഡ് റീസ്റ്റോറേഷൻ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ കുറെ കഴിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ അത് വേറൊരു കംപ്ലൈന്റ് ആയിട്ട് ഇട്ട് എടുക്കണോ? റോഡ് റിസ്റ്റോറേഷൻ അതായത് നമ്മളിപ്പോ റോഡ് കുഴിച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ വർക്ക് കഴിഞ്ഞ് കുറച്ച് നാൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ അത് നമ്മൾ അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ആഡ് ഇഷ്യൂസ് വന്നില്ലേ, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ആ വർക്കിൽ ആ ഇയറിൽ തന്നെ കോൺക്രീറ്റിംഗ് ആഡ് ചെയ്യണമെന്നുണ്ടോ, അതോ അത് വേറെ IR ഇടണോ? അത് നിലവില് ഇപ്പോ ഞാൻ പറഞ്ഞില്ല, അപ് ടു 3 days നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം വരെ അത് ഓപ്പൺ ആയിരിക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ആ IR ഓപ്പൺ ആയിട്ട് ഇടാം. ക്ലോസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട്, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എഞ്ചിനീയേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി സംഘടിപ്പിച്ച ONDM ആപ്പിനെ സംബന്ധിച്ച ഓൺലൈൻ ട്രെയിനിങ് സെഷൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത എഞ്ചിനീയർ അനൂപ് MRന് എല്ലാവരുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ സെഷൻ സംഘടിപ്പിച്ച സംഘാടകര്, സ്വാഗതം ആശംസിച്ച എഞ്ചിനീയർ ഫാത്തിമ തസ്നീം, മോഡറേറ്റർ മനീഷ് മോഹൻ തുടങ്ങിയവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ഓൺലൈൻ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.